കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അവിടുത്തെ സ്നേഹത്തിനായും അവിടുത്തെ കരുതലുകൾക്കായും എളിവനായ ദാസൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട രായ്ച്ചാന ആൻറ്റി, ജിവിനെ, ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹരായ എല്ലാ ദൈവദാസന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകരൊപ്പം തന്നെ ആയിരിക്കും മറ്റ് ദൈവദാസന്മാർ, പലയിടത്തും വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുത്തെ പുത്രനാം യേശു മുഖാന്തരം ഞങ്ങൾ അവിടുത്തെ സന്ധിയോട് അടുത്ത് വരുന്ന കർത്താവേ, സമയഭേദം കൂടാതെ അടുത്ത് വന്ന് അബ്ബാന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് പുത്രനാം കർത്താവിലൂടെ ലഭിച്ചിരിക്കുന്ന എല്ലാ പദവികൾക്കായും എല്ലാ അനുഗ്രഹങ്ങൾക്കായും എല്ലാ കൃപകൾക്കായും ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാഥ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ ഞങ്ങൾ അനുഭവിപ്പാൻ ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ നാഥ. ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ, അതിരുകളെ വിശാലമാക്കിയല്ലോ, അനുഗ്രഹമാക്കിയല്ലോ. പുകഴുവാൻ, പ്രശംസിക്കുവാൻ, നിഗളിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഞങ്ങളാകുന്നത് കൃപയാ കർത്താവേ, വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ കൃപയാൽ ഞങ്ങൾ നടത്തുന്ന വഴികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തിരുസന്ധി ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു, കർത്താവിൻ്റെ സന്ധി താഴ്ത്തുന്നു. ദൈവമേ, കരുണ കാണിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി നന്ദി, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദേവദാസന് ഓർപ്പിച്ചതുപോലെ മുമ്പ് നിരവധി തവണ ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന അവസരങ്ങളെ ഒരു പദവിയായും ഭാഗ്യമായും കാണുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പാഴും ശൂന്യമായിരുന്ന ഭൂമി, അതിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊരുന്നയിരിക്കുന്നതായിട്ട് കാണും. അങ്ങനെ ഭൂമി മനുഷ്യവാസമാക്കി ദൈവം അതിനെ പുനഃ സൃഷ്ടി നടത്തി റിക്രിയേറ്റ് ചെയ്ത് അതിമനോഹരമാക്കുന്നതായിട്ട് 1-ാം അധ്യായത്തിൽ കാണുകയാണ്. ദൈവം അനന്തരം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം പറയുകയാണ്. അതാണ് ഉൽപ്പത്തി 1-ാമത് അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവിക സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ്. ആട്രിബ്യൂട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ദൈവം എന്ന ആ ഒരു ചിന്ത, ദൈവബോധം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ദൈവം എന്താണെന്നാണ്? സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ബന്ധങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരിക്കലും ഒരാൾ മാത്രം ഭൂമിയിലുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം തോന്നില്ല. സ്നേഹം ബന്ധമാണ്, അല്ലേ? ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ സ്നേഹം അനുഭവിക്കാൻ കഴിയുമോ? ഇല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ് ആൻഡ് റിസീവിങ്. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒന്നിൻ്റെ പേരാണ് എന്ത്? സ്നേഹം. സ്നേഹം കൊടുക്കണം, സ്നേഹം എന്ത് ചെയ്യണം? വാങ്ങണം. കൊടുക്കുകയും വാങ്ങുകയും, ഗിവിങ് ആൻഡ് റിസീവിങ്, ഇത് രണ്ടും കൂടെ ആകുമ്പോഴേ സ്നേഹമാകത്തുള്ളൂ. അവിടെയാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കേണ്ടത്. ദൈവം ബന്ധമാണ്. ദൈവത്തിൻ്റെ ബന്ധത്തിൻ്റെ ഏറ്റവും നിഗൂഢമായ രഹസ്യമാണ് ദൈവം ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം. പറഞ്ഞേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം. അപ്പം ദൈവം സ്നേഹമാണ്, ദൈവം ബന്ധമാണ്. ആ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ്റെ തോട്ടത്തിൽ ആക്കി വെക്കുകയാണ്. ആക്കി വെക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കെല്ലാം കഴിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന തിന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. 3-ാമത് അധ്യായം. പക്ഷേ അവിടെ മനുഷ്യൻ ഡിസപ്ഷന് അല്ലെങ്കിൽ വ്യാജത്തിന് വഴിപ്പെടുകയാണ്. ലോകത്ത് ദൈവം പറഞ്ഞത് മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാതെ പോയി. പക്ഷേ ആദ്യം പറഞ്ഞത് വിശ്വസിച്ചു, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന നാളിൽ മരിക്കും. പിശാച് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ കണ്ണ് തുറക്കും, ആരെ പോലാകും? ദൈവത്തെ പോലാകും. മനുഷ്യൻ എന്നും എക്കാലത്തും അത് മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമുക്ക് വചനം പറയുന്നത് വിശ്വസിക്കാൻ പാടാം, പക്ഷെ ആര് പറയുന്നത് വിശ്വസിക്കും?
ലോകം പറയുന്ന വിശ്വസിക്കും. ദൈവം പറഞ്ഞു അടിപ്പിണരുകളാൽ എന്തുണ്ട്? സൗഖ്യമുണ്ട്. ഡോക്ടർ പറഞ്ഞു 3 ആഴ്ചയ്ക്കകത്ത് മരണം സംഭവിക്കും. ഏത് വിശ്വസിക്കും? ഡോക്ടർ പറഞ്ഞ് വിശ്വസിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വിശ്വസിക്കുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഒക്കത്തില്ല. അതൊരു ഫാക്റ്റാണ്, മെഡിക്കലി പ്രൂവൺ ഫാക്റ്റാണ്. പക്ഷേ വചനം പറയുന്നൊരു കാര്യമുണ്ട്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്താക്കും? സ്വതന്ത്രരാക്കും. അപ്പം നമ്മൾ പലപ്പോഴും വസ്തുതകളെ മനസ്സിലാക്കും, സത്യത്തെ മനസ്സിലാക്കത്തില്ല. എല്ലാ വസ്തുതയ്ക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട്. എല്ലാ വസ്തുതയ്ക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം കരമടിച്ച് സ്തുതിച്ചേ ഹല്ലേലൂയ. എല്ലാ വസ്തുതകൾക്കും അപ്പുറത്ത് ഒരു സത്യമുണ്ട്. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ എന്താക്കും? സ്വതന്ത്രം. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും വസ്തുതകളിലാണ് എന്ത് ചെയ്യുക? വിശ്വസിക്കുക. വലിയ വിശ്വാസം ഒന്നും അങ്ങനെ ഉണ്ടാകാഞ്ഞിട്ട്, അങ്ങനെ നമ്മുടെ ഒരു നിലവിൽ വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിന് ഓട്ടിസമായിട്ട് ജനിച്ച ഒരു കുഞ്ഞിനെ അമ്മ തന്നെ ജോലി രാജിവെച്ച് അമ്മ തന്നെ ഓട്ടിസ്റ്റിക് ട്രെയിനിങ് എടുത്ത് ഈ കുഞ്ഞിനെ പഠിപ്പിച്ച് 10th 12th ഡിഗ്രിയും സ്ക്രൈബില്ലാതെ പരസഹായമില്ലാതെ പരീക്ഷ എഴുതി പാസ്സായി ഇന്ന് ദുബായിൽ ജോലി ചെയ്യുന്നു. സാധാരണ അതൊക്കെ അസംഭവമായ എന്നോട് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. പക്ഷേ അതൊക്കെ ഒരു അത്ഭുതങ്ങളാണ്. ഒരാൾ വസ്തുതകൾക്കപ്പുറമായി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കാൻ കഴിയും. ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ശക്തിയോടൊന്ന് ചേർത്തടിച്ച്, ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ശക്തിയോടെ ചേർത്തടിച്ച് വസ്തുതകൾക്കപ്പുറമായി വിശ്വസിക്കുക. വസ്തുതകൾക്കപ്പുറമായി വിശ്വസിക്കുക. വസ്തുതകൾക്കപ്പുറമായി വിശ്വസിക്കുക. വിശ്വാസം ശക്തിയോടടിച്ച് എല്ലാവരും, കുഞ്ഞുമക്കളൊക്കെ കൈകൾ ശിരസിൻ്റെ മുകളിൽ ഉയർത്തിക്കുക. ശിരസിൻ്റെ മുകളിൽ ഉയർത്തിക്കുക. തലയ്ക്ക് മുകളിൽ ഉയർത്തിക്കുക. തിരിഞ്ഞു നോക്കി, മോളം തിരിഞ്ഞു നോക്കി കൈ അടിച്ച്. കണ്ടോ? അങ്ങനെ അടിച്ച് കൈ ഒന്ന് പൊക്കി പിടിച്ചടിച്ച്. കണ്ടോ? ചേർത്തടിച്ച് ശക്തിയോടടിച്ച് അല്പനേരം. അപ്പോൾ ഈ ഒരത്തിൻ്റെ വേദനയൊക്കെ അങ്ങ് പോകും. വസ്തുതകൾക്കപ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നവരാണ്. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ. പക്ഷേ അവർ വിശ്വസിച്ചത് ദൈവം പറഞ്ഞതല്ല. ആര് പറഞ്ഞതാണ്? സാത്താൻ പറഞ്ഞതാണ്. സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അത് പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് ദൈവികമായ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാൻ കാരണഭൂതമാകുമായിരുന്നു. പലപ്പോഴും നമ്മുടെ ബലഹീനതകളിൽ നമുക്കിത് സംഭവിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ പാപത്തിന് അടിമപ്പെടുകയും ദൈവത്തിൻ്റെ സമയത്ത് വരും. അങ്ങനെ ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവരെന്ത് ചെയ്തു? കേട്ടു. ദൈവം മനുഷ്യനെ വിളിച്ചു. ആദാമേ, നീ എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ 10ാം വാക്യത്തിൽ പറയുന്നു, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ട് ഓടിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു ഓടിച്ചു. ഭയം എന്നുള്ളൊരു വാക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പാപവുമായിട്ട് ബന്ധപ്പെട്ട. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് എന്ത് കാണുക? ഭയം കാണുക. ഭയം. നമുക്ക് ഈ ഒരു വേദോസത്തിലെ ഏറ്റവും വലിയൊരു ശക്തമായ ദൂത്, ആവർത്തിച്ച് പറയുന്നൊരു ദൂത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഭയം കൂടപ്പുറപ്പായിരിക്കുകയാണ്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡ് ഇറായിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രശ്നം ഭയമാണ്. നിങ്ങൾക്ക് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അല്പമെങ്കിലുമൊക്കെ സമൂഹത്തെ ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാം. പോസ്റ്റ് കോവിഡ് യുഗത്തിൽ ഭയങ്കര ഭയമാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആങ്സൈറ്റി, ഫോബിയ, ഡിപ്രഷൻ. പനി വരുന്നത് പോലെ, ഡയബറ്റിക് വരുന്നത് പോലെ, സാധാരണ ഒരു രോഗം പോലെ തന്നെ ഇത് മനുഷ്യൻ്റെ ഭാഗമായി മാറി. ഭയം എന്നുള്ള ആ ഒരു ഇമോഷൻ നമുക്ക് കൊച്ചിലോട്ടം ഉള്ളതാണ്. നമ്മൾ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, പേടിയുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. ആറ്റിപ്പോ, തോട്ടിപ്പോ, ആനയും കുതിരയും കണ്ട പേടിക്കുമോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കണ്ണാടിയോട് ചോദിച്ചിട്ടുണ്ടോ? ആനയും കുതിരയും കണ്ട ദൗർഭാഗ്യകരം, എന്തോ ചെയ്യാനാ? അങ്ങനെയായിരുന്നു പിള്ളേരെ വളർത്തുന്നത്. ആനയും കുതിരയും കണ്ട
പേടിക്കുക? ഇല്ലെന്ന് പറയും. ഒറ്റ ഊത്ത്. അപ്പോൾ എന്ത് ചെയ്തു പോയി? പേടിച്ച് പോയി. അപ്പം നമുക്ക് പേടി കൊച്ചിലെ തൊട്ടുള്ളതാണ്. നമ്മുടെ ഒരു ഭയത്തിൻ്റെ, നമ്മുടെ ഒരു വികാരമാണ്. ഈ പേടി ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന. ഇരട്ടത്തോട്ട് കൊച്ചിറങ്ങിപ്പോയപ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ അങ്ങോട്ട് പോകല്ലേ, അവിടെ എന്തുണ്ട്? അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ഉമ്മാക്കി ആരുണ്ട്? ഉമ്മാക്കി. ഉമ്മാക്കിയെ കണ്ടിട്ടുള്ള ഒരു പ്രയർ സെൻ്ററിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഉമ്മാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ആരെ അറിയാം? ഉമ്മാക്കി അറിയാം. ഇരുട്ടത്ത് അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ഉമ്മാക്കിയെ നമുക്ക് തന്ന ആരാ? ഉമ്മാക്കിയെ നമുക്ക് തന്ന ആരാ? അമ്മയാണ്. അമ്മയ്ക്ക് ഉമ്മാക്കിയെ കൊടുത്ത ആരാ? അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് ഉമ്മാക്കി കൊടുത്ത ആരാ? അമ്മൂമ്മയുടെ അമ്മ. അങ്ങനെ തലമുറ കൈമാറി അണയാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്, അല്ലേ? പിന്നെ നമ്മൾ പറയും, മോനങ്ങോട്ട് പോകല്ലേ. അപ്പൂപ്പൻ മോനെ എന്തു ചെയ്യും? പിടിച്ചോണ്ടു. അവിടെ ആരുണ്ട്? അപ്പൂപ്പൻ. അപ്പോൾ കൊച്ചിനാരെ പേടിയായി? കുഴപ്പമില്ല. അതുകൊണ്ട് വയസ്സാകുമ്പം കൊണ്ടേ വൃദ്ധസദനത്ത് ഇടുന്നത്. കാരണം അമ്മച്ചി പറഞ്ഞു, അപ്പൂപ്പൻ കൊച്ചുമക്കളെ എന്തു ചെയ്യും? പിടിച്ചുകൊണ്ട് പോകും. സ്വന്തം കൊച്ചുമക്കളെ വല്യപ്പൂപ്പൻ പിടിക്കാതിരിക്കാൻ എല്ലാ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ മാറ്റുകയാണ്. പേടി നമ്മൾ എവിടെ നിന്നൊക്കെ കൊടുക്കുകയാണ്. ഭയം. ഈ ഭയം എന്നുള്ള വാക്കിൻ്റെ ഇപ്പുറത്ത് ആന്നൊരു വാക്കിട്ടെ. ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ആ മാറ്റിക്കേ, ആ ഇട്ടേ, ആ മാറ്റിക്കേ. അപ്പോൾ ഈ ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഭയമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് അഭയം? യഹോവ എൻ്റെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. അവൻ്റെ കോട്ടയാണ്, അവൻ്റെ ശൈലമാണ്. അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നൊരു ഉറപ്പ്. ആ ഉറപ്പുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. പേടിക്കരുത്. പ്രത്യേകിച്ച് ഈ പിശാചിനെ പേടിക്കരുത്. പിശാചി ശക്തനാണോ സർവശക്തനാണോ? പിശാചി ശക്തനാണോ സർവശക്തനാണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണം. പിശാചി ശക്തനാണോ സർവശക്തനാണോ? സംശയം. പിശാചി ശക്തനാണ്. ആരല്ല? സർവശക്തനല്ല. എന്നാൽ നമ്മുടെ ദൈവമോ സർവശക്തനാണ്. പിശാചി ജ്ഞാനിയാണ്, പക്ഷേ ആരല്ല? സർവജ്ഞാനിയല്ല. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ശക്തൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം, പക്ഷെ അതിശക്തനായ സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പം സാത്താനെ പേടിക്കരുത്. പോരാട്ടം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നമുക്ക് എന്നും എന്തുണ്ട്? പോരാട്ടമുണ്ട്. നഫ്താലി എന്നും എവിടാണ്? പോർക്കളം വീട്ടിൽ തന്നെയാണ്. എന്നാൽ എല്ലാ പോരാട്ടത്തിൻ്റെ കൂട്ടത്തിലും നമ്മളെ ശക്തനാക്കുന്ന ദൈവം കൂടുണ്ട്. യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിന് നമ്മളെ സഹായിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്യും? യുദ്ധം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിശാചിനെ പേടിക്കരുത്. ദൈവത്തെ ഓർത്ത് പിശാചിനെ പേടിക്കരുത്. ഞാനിപ്പോൾ ഒത്തിരി അടുത്ത് കാണുന്നൊരു കാര്യമാണ്, ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. എന്തോ അടിക്കും? പ്രാർത്ഥിച്ചാൽ എന്തോ അടിക്കും? പോരാട്ടം അടിക്കും. പ്രാർത്ഥിച്ചാൽ എന്തോ അടിക്കും? അങ്ങനെയാണെങ്കിൽ ലാസർ എഴുന്നേറ്റ് വരുമ്പം തമ്പുരാൻ താഴോട്ട് പോകണ്ടായിരുന്നു. പോരാട്ടം അടിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. പോരാട്ടം ഇല്ലെന്നും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് അറിയാതെ തലയിലെ മുടി പോലും പോകത്തില്ല. അതുകൊണ്ടാണ് ഭക്തൻ പാടുക, ഇന്നെനിക്ക് വന്ന് ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒരിക്കലും ഭയം നമ്മളെ കീഴടക്കാൻ അനുവദിക്കരുത്. ഇന്ന് ഒത്തിരി മക്കളുടെ ഒരു പ്രശ്നമാണ്. ഇന്നത്തെ മക്കളുടെ വലിയൊരു പ്രശ്നമാണ്. ഭയങ്കര മിടുക്കര് പിള്ളേരാണെങ്കിലും ഭയങ്കര ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റിക്കകത്ത് അതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, സ്ട്രോക്കുകളില്ലാതാണ് അവർ വളരുക. നമ്മളെന്തോ ചോദിച്ചാലും അന്ന് കേട്ടിരുന്നൊരു കാര്യമുണ്ട്, ഒരു ഉടുപ്പ് വേണമെങ്കിൽ എത്ര നാൾ ചോദിക്കണം, പുറകെ നടന്ന് കെഞ്ചി 1000 വട്ടം തരാമെന്ന് പറഞ്ഞ് പിന്നെയും വാക്ക് മാറി, ഒടുവിൽ ഗതികെട്ട് സഹികെട്ടാത്തിരുന്നേ. അപ്പോൾ ഒരു ഗുണമുണ്ട്, എന്ത് സ്വീകരിക്കാൻ തയ്യാറായി? നോ സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ പിള്ളേരുടെ പ്രത്യേകത, അവർക്ക് എന്ത് കേൾക്കാൻ പാടാ? നോ കേൾക്കാൻ പാടാ. എന്തിനും അവർക്ക് ഒരു ഭക്ഷണം ആഗ്രഹിച്ചാൽ പോലും, ഇപ്പോൾ അമ്മയോട് പുറകെ നടക്കണമായിരുന്നു, അന്ന് ഒരു ചിക്കൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ അത് പോയി മേടിക്കണം, അത് കൊണ്ടുതരണം, അത് കഴിക്കണം, കറി വെക്കണം, എന്തെല്ലാം കാര്യം. അതിനാദ്യം പൈസ വേണം.
പക്ഷേ ഇന്ന് ഒന്നും വേണ്ട എങ്കിലും ഓർഡർ ചെയ്യും. വരുമ്പം പറയും പൈസ കൊടുത്തേക്കാൻ. അപ്പോൾ ഓർഡർ ഫുഡ് വരും. എന്ത് വേണ്ട? നോ വേണ്ട അല്ലേ? ഒരാളെ പ്രേമിച്ചാൽ പോലും പ്രേമം ഒന്ന് അറിയിക്കണേ എന്തോ പാടാ. ഒന്നാമത്തെ കാര്യം, പള്ളിയിൽ പോകുമ്പം കൊച്ചമ്മ കൂടെ കാണും, സ്കൂളിൽ പോകുമ്പം ചേച്ചി കൂടെ കാണും. ആരുമില്ല, ഒന്ന് കിട്ടണം. കിട്ടിയിട്ട് ഇതൊന്ന് അറിയിക്കണം. അതിന് പലരും എന്തോ ചെയ്യുമായിരുന്നു, എഴുത്തൊക്കെ എഴുതുമായിരുന്നു. എഴുതിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെന്നറിയാമല്ലോ, മുഖം കണ്ടാൽ അറിയത്തില്ലേ? എഴുതിയിട്ടില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എഴുത്ത് ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പം ഏസ് കിട്ടും, ചിലപ്പോൾ എന്ത് കിട്ടാം, നോ കിട്ടാം. ഇന്നത് വേണ്ട. ഒരാളോട് താല്പര്യം തോന്നി അപ്പോളെ അവരുടെ ID കണ്ടെത്തി, ഇൻസ്റ്റാഗ്രാം കണ്ടെത്തി, അവർക്ക് അപ്പോളെ റിക്വസ്റ്റ് അയച്ചു യെസ് ഓർ നോ. പക്ഷേ പിള്ളേർക്ക് എന്തോ സ്വീകരിക്കാൻ പാടാ, നോ സ്വീകരിക്കാൻ പാടാ. അതുകൊണ്ട് ഞാനൊരു VBS നടത്തുക. ഈ VBS നടത്തുമ്പോൾ ഒത്തിരി പിള്ളേരെ ഒന്നിച്ച് കൊണ്ടുവന്നു. അപ്പം നമുക്കറിയാം, ഇവരെ ഇങ്ങനെ അതിൻ്റെ ഡയറക്ടറൊക്കെ കാണും. അവർ ഈ ആക്ഷൻ സോങ്ങൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈ പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നല്ല കളിക്കുക. നല്ല മുടുക്കരി പിള്ളേരെ എല്ലാം സ്റ്റേജിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് ചാടിക്കും. യേശു തേരാ നാം സബ്സേ ഊഞ്ചാ ഹേ ഹേയ് അടിച്ച് ചാടിച്ച് ബഹളം വെപ്പിച്ച്. ജിബിനൊക്കെ അതിന് മിടുക്കന. അപ്പം എല്ലാം കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പെങ്കൊച്ചിനോട് അവിടെ നിന്ന് ഒത്തിരി ആൺപിള്ളേർ ഒരുപോലെ വന്നിട്ട് പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പെണ്ണ് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനടി പേടിച്ചേ? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, അമ്മ ഓടത്തില്ലേ? അതല്ല അങ്കിൾ, ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ചിന്ത പറ്റി. എല്ലാവരും കൂടെ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഹൂം ഷുഡ് ഐ സേ യെസ്, ഹൂം ഷുഡ് ഐ സേ നോ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. അതാണ് കൊച്ചിൻ്റെ പ്രശ്നം. അപ്പം സ്ട്രോക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ പൊന്നു മക്കളെ, സ്ട്രോക്ക് ഇഷ്ടം പോലെ കിട്ടിയവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ചെറിയ പ്രശ്നത്തിൽ എന്തോ കിട്ടുമെന്നറിയാമോ? അരസൈക്കിൾ പഠിപ്പിക്കുമായിരുന്നു. അരസൈക്കിൾ ഇവിടെ പഠിക്കുമ്പോഴാണ്. ഇവിടെ പിടിക്കുമ്പോൾ എന്തോ ചവിട്ടും, ഇവിടെ പിടിച്ച് പിച്ചുമ്പം എന്തോ ചവിട്ടും, അരസൈക്കിൾ ചവിട്ടും. തുടക്കയുടെ അകത്തോട്ട് പിടിച്ച് പിച്ചുമ്പം എന്തോ ചവിട്ടും, ഫുൾ സൈക്കിൾ ചവിട്ടും. അരസൈക്കിളും ഫുൾ സൈക്കിളും ചവിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അരസൈക്കിളും ഫുൾ സൈക്കിളും ചവിട്ടിയോണ്ട് നമുക്ക് പിച്ചൊന്നും പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ പിച്ച് കിട്ടി, കിട്ടി. അന്നുകൊണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി. ഇപ്പോൾ അമ്മമാരൊക്കെ അങ്ങ് മരിക്കാൻ തുടങ്ങും. കൊച്ചു ഹൈപ്പറാണ്. പണ്ട് ഹൈപ്പറായിരുന്നു എല്ലാവരും. അതിൻ്റെ പേരാ മെന. ചെറുക്കം ഭയങ്കര മെനയാ, ഹൈപ്പറാ. പക്ഷെ അന്ന് ഹൈപ്പറാന്നും അറിയത്തില്ല. മെനയെ നമ്മളെങ്ങനെയാണ് കൗൺസിൽ ചെയ്തേ? വീട്ടിലടി, സ്കൂളിലടി, ട്യൂഷൻ സെൻ്റർ അടി സഹിക്കാം. ചർച്ചിൽ ചെന്ന ഉപദേശിയപ്പച്ചൻ്റെ കയ്യിലും എന്തോ ഉണ്ട്, വടി കൊടുത്തു, അവിടെ അടി കിട്ടി. മെനയെല്ലാം എന്ത് ചെയ്യേ? മെനയെല്ലാം ഉപദേശിയായി. ഒരുമാതിരിപ്പെട്ട മെന പിടിച്ച സംഭവങ്ങളെല്ലാം എന്തായി? ഉപദേശിയായി. ഹൈപ്പറെന്നൊന്നും പറഞ്ഞപ്പോൾ നമ്മളെല്ലാ ഹൈപ്പറിനെയും തരണം ചെയ്തത് അടിയുടെ ബഹളമായിരുന്നു, പേട്ടകെട്ടായിരുന്നു. ഞാനിച്ചിരി ഹൈപ്പറായിരുന്നാ പറയുക. ഉയ്യോ, എന്നെയൊക്കെ അടിച്ചിട്ടുള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ കലാപരമായിട്ടായിരുന്നു എൻ്റെ അപ്പൻ അടിക്കുന്നത്. നിക്കർ ഊരി എണ്ണ ചൂടാക്കി പെരട്ടും. എത്ര നേരം കൊണ്ടാണെന്നറിയോ? വടി വെട്ടി വഴറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കടാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഥ പറഞ്ഞിട്ട് ഓർക്കാപ്പുറത്തൊരടിയുണ്ട്. ഉയ്യോ, പെരയ്ക്ക് 3 വട്ടം 4 വട്ടമൊക്കെ ഓടിയിട്ടുണ്ട് വേദന കൊണ്ട്. അപ്പം പെരയ്ക്ക് ചുറ്റും ഓർത്തോണേ. നമുക്ക് എന്നിട്ടും ചാകണമെന്ന് തോന്നിയോ? ഞാൻ ചാകണം എന്ന് അപ്പയോട് പറഞ്ഞു. അപ്പം എനിക്കിപ്പം ചാകണം, ഞാനിപ്പം ചാകും. ഞാൻ നിങ്ങളെ കാണിക്കാം. എങ്ങനെ ചാകുന്നേ? അപ്പം ഞാനൊരു കയറെടുത്ത് കാണിച്ചു. ഇവത്തെ ഞാൻ കെട്ടിഞ്ഞാലും എൻ്റെ അപ്പ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നു. തടിയാ, നീ ഇവത്തെ തൂങ്ങിച്ചത്ത പൊട്ടിപ്പോത്തില്ലേ? പൊട്ടിപ്പോയാൽ നിൻ്റെ മോന്തി അടിച്ച് വീഴത്തില്ലേ? ശവകടക്കാൻ പോലും കൊള്ളത്തില്ല. നല്ലൊരു പുതിയ കയറ് കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇവത്തെ ചാകാൻ പറഞ്ഞു. ചത്തോ? ഇല്ല. ധൈര്യമുണ്ടോ കൊച്ചിന് കയറ് കൊടുക്കാൻ? കൊടുക്കരുത്, കാണിച്ചു കളയും. എന്തുകൊണ്ടാണ്? സ്ട്രോക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഭയം കൂടി. ഭയം മാറാൻ ഒറ്റ വഴിയുള്ളൂ, ദൈവാശ്രയം വന്നാൽ ഭയം മാറും. ദൈവത്തിലൊരാശ്രയം ഉണ്ടായാൽ ഏത് ഭയം മാറും. കാരണം എൻ്റെ ദൈവം അറിയാതെ, അതൊരു ഉറപ്പാണ്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഭയം മാറണം. ഡിപ്രഷൻ, വിഷാദരോഗം, ആങ്സൈറ്റി, ഉത്കണ്ഠ, പരീക്ഷാപേടി എന്ന് വേണ്ട. മനുഷ്യൻ ഭയത്തിൻ്റെ ലോകത്ത് എത്ര മിടുക്കരായവർ. ഈ പരീക്ഷയൊക്കെ എഴുതുമ്പം കിടന്ന് വെപ്രാളം പിടിക്കുന്നത് മിടുക്കര പിള്ളേരാണോ അറിയാൻ വയ്യാത്തവരാണോ? മിടുക്കര. അറിയാൻ വയ്യാത്തവൻ കൂളാണ്. അളിയ, നമുക്ക് അടുത്ത വർഷം
ഒന്നുകൂടെ എഴുതാമെന്നൊക്കെ അവൻ കൂളായിട്ടൊക്കെ അവന് പേടിക്കേണ്ട കാര്യമില്ല. പേടിയുള്ളത് ആർക്കാ? പഠിച്ചവർക്കാ. എൻ്റെ പൊന്നെ, കെമിസ്ട്രിയുടെ പരീക്ഷയുടെ തലേദിവസം ഒരു പെൺകുട്ടി ചുരുണ്ടുപോയി. നമ്മൾ ഉദ്ദേശിച്ചല്ലേ, കൂട്ടത്തിലുണ്ട്. എൻ്റെ പൊന്നെ, ഓരോ വിരളം തിരുമ്പി നിവർത്തും. മൊത്തം പഠിച്ചത് ഒരു ചാപ്റ്റർ കൂടെ ആണ്ട് ഒന്നുകൂടെ നോക്കാനുണ്ട്. പ്രളവായി. രാത്രി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഡ്രിപ്പ് ഇട്ടു. അതിനവർ എന്താണ് ഈ റിലാക്സേഷൻ തെറാപ്പി കൊടുത്തു. കുറേ ഫ്രീ ആയി. രാത്രി ഞാൻ കൊച്ചിനെയും കൊണ്ട് റൈഡ് ചെയ്തു. ക്ലാസ്സൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയറൊക്കെ കൊള്ളിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞ് വിശ്വാസമൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. രാവിലെ ചെന്ന് പ്രാർത്ഥിച്ച് സ്കൂളിൽ കയറ്റിവിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പാനിക്ക് ഉണ്ടാകരുത്. അപ്പോൾ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് കയറിപ്പോകുന്നു, അതുപോലെ ഇറങ്ങിപ്പോകുന്നു. അമ്മ ഫ്ലാറ്റ്. ആരാ? എൻ്റെ കൊച്ച. അത് വേറെ ഏതാണ്ട് സംഭവമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭയങ്ങളാ. ഒറ്റ കാര്യമാണ്, നമുക്ക് കർത്താവിലൊരു ഉറപ്പുണ്ടായാൽ ഏത് ഭയത്തെ അതിജീവിക്കാം. ഹല്ലേലൂയ. ഞാനിപ്പം ഈ കൂടോത്രത്തിൻ്റെ പുറകെ പോകാറില്ല. കാരണം കൂടോത്രം കുഴിച്ചെടുത്ത് എൻ്റെ ഇടപാട് തെറ്റിയിട്ടുണ്ട്. ഞാൻ എന്ത് സ്ഥലത്ത് കൂടോത്രം കുഴിച്ചെടുത്തിട്ടുണ്ടെന്നറിയാം, സത്യം. ഇപ്പം ഞാൻ കുഴിക്കാറില്ല. കാരണം പില്ലറെല്ലാം താഴെ പോകും. അതിൻ്റെ അടിയിലും കൂടോത്രമുണ്ട്. സത്യമായിരിക്കാം, കുഴിച്ചാൽ കിട്ടുകയും ചെയ്യാതിരിക്കാം. ഇപ്പം ഞാൻ കുഴി നിർത്തി. കാരണം എന്ത് കൂടോത്രം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവം കൃപ ചെയ്ത് ഇതുവരെ ഒന്നും പറ്റിയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കിയാൽ ആരും ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ദൈവം സർവ്വശക്തനാണ്. ആ ശക്തനായ ദൈവത്തിൻ്റെ ഭാഗത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അവനാൽ ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ശക്തിയോടൊന്നുകൂടൊന്ന് കരമടിച്ച് സ്തുതിച്ച് ഭയം പുറത്തു പോകട്ടെ, ഭയങ്ങൾ പുറത്തു പോകട്ടെ, എല്ലാ ഭയവും പുറത്തു പോകട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ, ആങ്സൈറ്റി, തലമുറയെക്കുറിച്ചുള്ള പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതല്ല അതിൻ്റെ അർത്ഥം. നിർഭയമായിരിക്കണം, ആകുലതകളുടെ ആവശ്യമില്ല. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു വാനാമേ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ആമേൻ. ഇന്നെനിക്കു വന്നു, ഇന്നെനിക്കു വന്നു. തൻഹിതമാണെന്നോ ഓ എൻ ദൈവമേ, നിന്നിഷ്ടം. ഹല്ലേലൂയ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ആമേൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല അനുഹിതമാണെന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകുലതകൾ, ആങ്സൈറ്റി, എല്ലാ ആങ്സൈറ്റി ഡിസോർഡറും ഭയങ്ങളും എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഞാനവന്റെ അവിടുത്തെ ഉള്ള കയ്യില എന്റെ തലയിലെ മുടി പോലെ എണ്ണപ്പെട്ടിരിക്കുക. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനെന്നു മോദമാ. എന്റെ
ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആമേൻ. ഞാനവനുള്ള കയ്യിലെനിക്കു മോശം ചെയ്യുവാൻ. ആമേൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാ. ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല അനുഹിതമാണെന്നു ഞാനറിയുക, അനുഹിതമാണെന്നു ഞാൻ. ഓ എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ ഞാനിന്നു മോദമാ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ. ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറി ഭയങ്കര ആശ്രയത്വം ഉണ്ടാകട്ടെ. ആശ്രയം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് എന്റെ ബലമാണ്. ഒന്നും വേണ്ട പ്രിയരേ, Trust and trust, and that is my strength. Trust and rest, and that is my strength. വിശ്വസിക്കുകയും ആശ്രയിക്കുകയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയത്തിന്റെ ലോകത്ത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, ഉപവാസത്തിലായിരിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ദുഷ്ടാത്മാവെ, ആൻസൈറ്റിയുടെ മാതാവേ, വല്ലാതെ ഭാരപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന, ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറട്ടെ. ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തുവേശു കാക്കും. ഞാൻ അവരുടെ ഉള്ള കയ്യിൽ എന്റെ തലയിലെ മുട്ടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനാൽ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്ങൾ മാറട്ടെ, എല്ലാ ഭയവും മാറട്ടെ. ഇടയ്ക്ക് തീ കോരിയിടുന്നത് പോലെ നെഞ്ചിനകത്ത് ഭയങ്കര വെപ്രാളം, ഒരു വെപ്രാളം, വല്ലാത്ത അകാരണമായൊരു വെപ്രാളം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് മാറിപ്പോകട്ടെ. ഒരു കാരണമില്ലാത്ത പാൽപിറ്റേഷൻ പോലെ ഇടിപ്പ് കൂടി വെപ്രാളപ്പെടുന്ന ചില അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറട്ടെ. അങ്ങനെയുള്ളവർ ഇപ്പോൾ വിടുതലേറ്റെടുത്ത് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ വിടുതലേറ്റെടുത്ത് ദൈവം തന്നെ വചനം അയച്ച് സൗഖ്യമാക്കാൻ കഴിയുമോ? വിടുതലേറ്റെടുത്ത്, വിടുതലേറ്റെടുത്ത്. ഭയത്തെ വെച്ചോണ്ടിരിക്കരുത്, ഭയത്തെ വെച്ചോണ്ടിരിക്കരുത്. അത് നമ്മളെ കീഴടക്കാൻ അനുവദിക്കരുത്. വചനത്താൽ അതിനെ കീഴടക്കണം. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഗിദെയോൻ പേടിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, യഹോവ ശാലോം, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട. ഭയം വിട്ടുപോകട്ടെ. ആകുലതകൾ, ഇടിപ്പ് കൂടുന്നത് പോലെ വെപ്രാളപ്പെടുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ആത്മനിയോഗം തരുന്നു. ഒരു കാരണമില്ലാതെ വെപ്രാളപ്പെടുന്നവർ, ഒരു വല്ലാത്ത ആദി യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ.
രഗജ രബന ശകന ദിഗന രഗജ രഗനെ ദിഗനെ. സമാധാനത്തിന്റെ ദൈവം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. അവൻ തന്നെ അവിടുന്ന് തന്നെ വചനം അയച്ച് നമ്മളെ വിടുവിക്കും. അസാധാരണമായ ഒരു ധൈര്യം, ഉറപ്പ്, കർത്താവിനുള്ള ആശ്രയം. എന്റെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. ദിഗനം പ്രകലം ദിഗനം പ്രഗജം ദഗനം ദാനം ദേരം ദേരം. ദിഗനം ദഗനം ദിഗനം പ്രഗജം ദഗനം ദിഗനം ദഗനം പ്രഗജം ദഗനം ശകനം ദഗനം ദേരം ദേരം. എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിച്ചേ, വാ തുറന്ന് സ്തുതിച്ചേ. മാനസിക മണ്ഡലങ്ങളുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. മനസ്സിനെ സുഖപ്പെടുത്തുന്ന ദൈവ പ്രവൃത്തി. മനസ്സ് സുഖപ്പെടട്ടെ. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കുഞ്ഞെ പേടിക്കരുത്. എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. His grace is sufficient. എന്റെ കൃപ മതിയായതാ. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ നിയോഗം തരികയാ. ശരീരത്തു നിന്നും മനസ്സിൽ നിന്നും ചില ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. ആ ദുഷ്ട ആത്മാവ് വിട്ടുപോകട്ടെ. ഭയത്തിന്റെ ആത്മാവേ, വിഷാദത്തിന്റെ ആത്മാവേ, ആങ്സൈറ്റിയുടെ ആത്മാവേ, ആ രോഗാത്മാവേ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ജനങ്ങൾ സ്വതന്ത്രമാകും. അങ്ങനെ തോളിൽ നിന്ന് ചുമട നീക്കിക്കളയും. എന്റെ കൈകൾ കൊട്ട വിട്ടൊഴിയും. കൈകൾ കൊട്ട കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കരമടിച്ച് സ്തുതിച്ച്, കൈകൾ കൊട്ട വിട്ടൊഴിയട്ടെ. ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ചിലരുടെ ഭവനങ്ങളിൽ അവിടെ ദൂരെ അത്ഭുതങ്ങൾ നടക്കട്ടെ.
ഞങ്ങളുടെ മക്കളിലുള്ള ആ ദുഷ്ടശക്തി വിട്ടുപോകട്ടെ. എല്ലാ ഭയത്തിന്റെ പിന്നിലും ഒരു ഇരുട്ടിന്റെ ഭയത്തിന്റെ ആത്മാവുണ്ട്. സ്പിരിറ്റ് ഓഫ് ഫിയർ. അങ്ങ് ദൂരെയുള്ള ചിലരിലേക്ക്, ഇവിടുന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രിയരായ ചിലരിലേക്ക്, അവിടെ ഭവനങ്ങളിൽ, അവിടെ മക്കളുള്ളിടത്ത് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി അകലങ്ങളിൽ ഒരത്ഭുതം ചെയ്യട്ടെ. അകലങ്ങളിൽ ഒരു അത്ഭുതങ്ങൾ നടക്കട്ടെ. അർഘദാനം നേരം 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 നേരം. ഡെലിവറൻസുകൾ, ഡെലിവറൻസ്, ഡെലിവറൻസ്. ഭയത്തിൽ നിന്ന് മാനസിക മണ്ഡലങ്ങൾ, ആന്തരിക സൗഖ്യം, എല്ലാ ചൈൽഡ്ഹുഡ് ട്രോമാസ്, യേശുവേ നന്ദി. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ സിംഹങ്ങൾ നടുവിൽ കൊല്ലപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, ചൂളതിന്റെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. ഓ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, ചൂളതിന്റെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. അവൻ കൺമണി പോലിന്റെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. അവിടുത്തെ ഉള്ളം കയ്യിൽ കൺമണി പോലിന്റെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. അവിടുത്തെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അവൻ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും. ഓ കൂടെ സഹിപ്പാൻ ആരുമില്ലെന്ന
വന്നാലും ഭയപ്പെടേണ്ടിയോ. ഹല്ലേലൂയ. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ. ഓ കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ. ആമേൻ. തങ്ങളുടെ കൈ വരച്ചവന്റെ കൂടെ നടക്കും കൂടെ വസിക്കും. തങ്ങളുടെ കൈ വരച്ചവന്റെ കൂടെ നടക്കും കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. കൂടെയുണ്ട്. ഓ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയോ. വിളിച്ചുള്ളതിന്റെ കൂടിയെന്നാ ഭയപ്പെടേണ്ടിയോ. സിംഹങ്ങൾ നടുവിൽ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയോ. വിളിച്ചുള്ളതിന്റെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിയോ. കൺമണി പോൽ എന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈ വഹിച്ചിടുമെന്ന്. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയെ വഹിച്ചിടുമെന്ന്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. അവൻ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. നിന്നെക്കുറിച്ച് നീയും എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാ തന്നവൻ എന്നെ ശ്രേഷ്ഠമായി പാലിക്കുന്നു. കുറിച്ച് നീയും എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ഹല്ലേലൂയ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഓ മനുഷ്യനിരാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ഓ ദൈവത്തിനാശ്രയമോ അതുകൊണ്ടാണ് എനിക്ക് ഭയം. മനുഷ്യരിൽ ഓ മനുഷ്യരിനാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിനാശ്രയമോ Rest and that is my strength. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളവൻ. സീയോൻ യാത്രയതിൽ ഓ മനമേ ഭയമൊന്നും വേണ്ടിയും. വിവരം തുറകെ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. സീയോൻ യാത്രയതിൽ ആമേ സീയോൻ
ആത്മാവ് വെളിപ്പെടുമ്പോൾ പറയുന്നു, ദൈവം നമ്മോട് കൂടെ, അബ്രഹാമിൻ ദൈവം, ഓ യിസ്ഹാക്കിൻ ദൈവം നമ്മോട് കൂടെ. യാക്കോബിൻ ദൈവം, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളില്. ദൈവം, ഓ യിസ്ഹാക്കിൻ ദൈവം, ഓ യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളവരാൽ. അബ്രഹാമിൻ ദൈവം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളില്. യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളവരാൽ. ഓ ദൈവമേ, ജനത്തെ സുന്ദരമാക്കണമേ. യിസ്ഹാക്കിൻ ദൈവം, ഓ യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളവരാൽ. അബ്രഹാമിൻ ദൈവം, അവർ പാടി, ഹോശന്ന, രക്ഷിക്കണേ. യാക്കോബിൻ ദൈവം എന്നും കൂടെ. അവരുടെ ആവശ്യം റോമൻ അടിമത്തത്തിൽ നിന്നായിരുന്നു. അബ്രഹാമിൻ ദൈവം, അത് എന്റെ കർത്താവ് വന്നത് പാപത്തിന്റെ, രോഗത്തിന്റെ, മാനസിക രോഗങ്ങളുടെ, ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ. ഹോശന്ന. അബ്രഹാമിൻ ദൈവം, ഓ യിസ്ഹാക്കിൻ ദൈവം, ഓ യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളവരാൽ. അബ്രഹാമിൻ ദൈവം, ഓ യിസ്ഹാക്കിൻ ദൈവം, ഓ യാക്കോബിൻ ദൈവം എന്നും. ഹല്ലേലൂയ. ഓ അബ്രഹാമിൻ ദൈവം, ഓ യിസ്ഹാക്കിൻ ദൈവം, ഓ യാക്കോബിൻ ദൈവം എന്നും. പരിശുദ്ധാത്മസ്നാനം അന്യഭാഷ അടയാളത്തിൽ പ്രാപിച്ച എല്ലാവരും, പരിശുദ്ധാത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ ഒരിക്കലെങ്കിലും പ്രാപിച്ചിട്ടുള്ള എല്ലാവരും അന്യഭാഷകൾ സ്തുതിച്ച്, ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക്, അങ്ങനെ പ്രാപിക്കാത്തവർ അതരം വിട്ടുകൊടുത്ത് സ്തുതിച്ച് പുതിയ ഭാഷകൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഏൽപ്പിച്ച്. അവൻ ആൽഫ, ഓ ഒമേഗ, അവൻ ആദ്യൻ, ഓ അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ, ഇവനത്തെ അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ, അന്ത്യൻ, അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ, അന്ത്യൻ, അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ. യേശുവേ, അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ, അവൻ ആൽഫ, അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ. ഹല്ലേലൂയ, അവൻ ആൽഫ, ഒമേഗ, അവൻ ആദ്യൻ. ഹല്ലേലൂയ, അവൻ ആൽഫ, ഒമേഗ, അവൻ
രികലം സുരകാരികലം അർത്ഥാലികലികതലര ഉടവരേ ധനരക്ഷകരം ചലരികളെ ഓ രീമാനികരികതകര ഉടകരകതാരിവലം ശകരതര ഉടം ശ്രീഫലവ ഉടകരകതാരി മനതര ഉടവലം ശകരം ചലരീഫലവ ഉടാരികലം അർത്ഥേരികലാരികലം ശകരം ചുരകം രഗതം നിഗതാരികലം ചരകം നിഗതം ശകരം ചുരകം രഗതം നിഗതം രഗതേരിവലം ശകരം ചുരകാരികലം രഗതേ യേശുവേ ശകരം ചുരകം രഗതം നിഗതാരി ബദലര ഉടം രേഗം ശകർ ദുരികഥ ശകരം ചുരകം രഗതം രഗതാരികലം ചുരകം ഇവരം ചുരകരികലം ചുരകം രഗതം നിഗലം രിവലം കാരികലം ശകരം ചേരികലാരികളെ ഇവലാരികളെ രികല ശകരം ചുരകലര ഉടകരേ രവലം ശകരം ഈമാനികരം ചുരകം രഗതം രഗതം ശകരം ചുരകം രഗതം രഗരം ഇവലകതലര ഉടവരേ ശകരം ശകരം ചേരികലം ചുരകാരികലം ജഗരം ജഗം ജഗതം ജഗതം ശ്രീബാലാദികതലര ഉടാരികലം ശകരതര ഉടേരിബലാദികളെ ഓ രാമമരമന ചരകലം ശിഖരമന ചരകലവശ ഉടികലതര ഉടാരികലതര ഉടകരഗതം ശകരതര ഉടേരിബലം ചുരക ത്രിബലം ചരകം ജഗതം ശകരതര ഉടകരാമിലമം ജഗരഗതലര ഉടകരികതലര ഉട രിവലാരികളെ രികലതര ഉടേരിവലം ശകരം ചുരക അർത്ഥം വേദലരം ജഗരികതലര ഉട ചുരകാരികലം ജഗതം ശകരം ചുരകം അർത്ഥം വേദലരം രിവലം ധൗടകരകരം ശകരം ചുരകലരൗടം അർത്ഥേരികലം ചുരകം ശകരാരിവലം ചുരകം രിവലം ധരകം രഗതം രിവലധര ഉടേരികലം രികലേ രിവലേ ഓ നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല പിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല പിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യ സന്ധ്യയിങ്കൽ സന്ധ്യയിങ്കൽ വീരാവോടും സന്തോഷം ഉഷസിങ്കലും സന്ധ്യയിങ്കൽ വീരാവവും സന്തോഷം വിശ്വാസത്തോടെ അവേ സന്ധ്യയിങ്കൽ വീരാവവും സന്തോഷം ഉഷസിങ്കലും സന്ധ്യയിങ്കൽ വീരാവവും സന്തോഷം നിന്നോടൊന്നിച്ച് നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ ആഴത്തിന്റെ ഇരുട്ടിന്റെ വീതം പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവേ എൻ്റെ കണ്ണീർ വാസം എൻ്റെ കണ്ണീർ നിന്നെ കാണും നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഓ പരപരമേശ വരമരുളീശ നീ അത്രേയൻ രക്ഷാസാരം
പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസാരം. ആമേ നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യമീറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യമീറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യമീറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ കാർമേഘത്തിനുള്ളിലും ഞാൻ കാർമേഘത്തിനുള്ളിലും ഞാൻ ഇന്നും സൂര്യ ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ ഇന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ ഇന്നും സൂര്യ നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ ഓ നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ യേശുവേ നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ വിശ്വസിക്കുന്നവർ ചേർന്ന് ശബ്ദമുയർത്തി ആ ദൈവത്തിന്റെ കൂടുള്ള വാസം എന്റെ കണ്ണുനീർ എല്ലാം വിട്ടുകൊടുത്ത് പൂർണ്ണമായി സമർപ്പിച്ച് അന്യചിന്ത ഉറക്കമില്ലാതെ മനസ്സിനെ ദൈവസ്വത്തിലേക്ക് നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. സന്ധ്യയിൽ ഫീലാപം സന്തോഷം യേശു കർത്താവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഈ സമയത്ത് നടക്കട്ടെ. രോഗസൗഖ്യം രോഗസൗഖ്യം രോഗസൗഖ്യം. ഭയം മാറട്ടെ, പഠന പ്രശ്നങ്ങൾ മാറട്ടെ, ബുദ്ധിമണ്ഡലം അടഞ്ഞു പോയവരുടെ ബുദ്ധിമണ്ഡലം തുറക്കട്ടെ. വിദ്യാഭ്യാസ ഭാവി കെട്ടിപ്പോയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നൊമ്പരത്തോടെ എഴുതി വെച്ച ചില വിഷയങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഉത്തരവായി സ്വർഗം ചോദിച്ചിറങ്ങി വന്ന് ശകരം ചുരകം രഗതം ശകരം ചുരകനരൗടം ഉരിബലം ചുരകനരൗടം ശകരം ചരകാരിബലം വിമനാരികലം ജഗലം ആത്കലരേ ദിവലിബലം ശകരം തേരിബലതരൗടം അത്താരിബലിബലരൗടേ ദിവലം തേ ശകരം തേ പരിശുദ്ധരേ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. തിരുവല്ല പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. സ്തുതിയും സ്തോത്രം ഉയരുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ദൈവപ്രവർത്തികൾക്കായി അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവപ്രവർത്തിക്കായി പട്ടണം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പട്ടണഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ, വിട്ടുപോകട്ടെ, ദേശം വിട്ടുപോകട്ടെ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാവുന്നവരുടെ ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവകാത്മാക്കളായ ദൂതസഞ്ചയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജനത്തെ ശുശ്രൂഷിക്കണേ.
ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി എന്നുള്ള വചനം കർത്താവേ ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ഭാരമുള്ള കല്ലുകൾ ദൂതൻ ഇറങ്ങി ഉരുട്ടി മാറ്റുന്ന അനുഭവങ്ങൾ. അർക്കം താരം ക്ഷേരം നേരം ദൂതൻ ഇറങ്ങി കല്ലുകൾ ഉരുട്ടി മാറ്റുന്നത് പോലെ ഈ ആരാധന അനുഭവത്തിൽ ആരും അലക്ഷ്യമായിരിക്കരുത്, ആരും അലക്ഷ്യമായിരിക്കരുത്. ഭാരമുള്ള ജീവിത പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെ തൂക്കി നോക്കിയ ദൈവം, സങ്കടങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം. അങ്ങയുടെ ദൂതൻ മാറി ജനത്തെ സൂക്ഷിക്കണേ. അങ്ങയുടെ ദൂതൻ മാറി ജനത്തെ സൂക്ഷിക്കണേ. ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലുകൾ നടക്കട്ടെ. ഭാവിയെ ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ പൂർത്തീകരിക്കും. പിന്തുടരുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ, വിട്ടുപോകട്ടെ. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എന്റെ പ്രാണൻ പഴുതി പോന്നു. പാപ്പിലായി പോയ ചിലത് യേശുവിന്റെ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ. ഓൺലൈനിൽ വാച്ച് ചെയ്തവർ നിങ്ങൾ പ്രാർത്ഥിക്കുക. അലക്ഷ്യമായിരിക്കാതെ ഗൗരവമായ നിമിഷങ്ങളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവേ, അങ്ങയുടെ ആത്മാവേ, വെള്ളത്തിനെ പരിവർത്തിച്ച ആത്മാവേ, സെന്ററിൽ അങ്ങ് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ രക്തം ചെയ്യമേ, യേശുവിൻ രക്തം ചെയ്യമേ. സെന്ററിൽ അങ്ങ് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. മഞ്ഞ് പോലെ, തീ പോലെ, ശകേന ദൈവ സാന്നിധ്യം, ദൈവ തേജസ്.
മേൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ കേൾക്കുന്നു അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതോടെ ഈ മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കായീനെയും ഹാബേലിനെയുമാണ്, ജ്യേഷ്ഠനും അനിയനുമാണ്. പാപത്തിൻ്റെ വലിയൊരു തിന്മ അവിടെ കാണുകയാണ്. എന്താണ് അവിടെ കാണുക? ഒന്നിച്ച് നടന്ന ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വൈരാഗ്യപ്പെടുകയാണ്. ചേട്ടൻ അനിയനെ കൊല്ലുന്നു. സിബ്ലിംഗ് റിവൽറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു പക്ഷേ അമ്മമാർക്കൊക്കെ അറിയാം. മൂത്ത കുഞ്ഞ് അവനെല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളരുമ്പോൾ 4-5 വയസ്സ് ഗ്യാപ്പ് ഇട്ടൊക്കെ കൊച്ച് ഇളയത് വരുവാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും അറ്റൻഷൻ ഇളവിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും അവൻ്റെ അകത്ത് വൈരാഗ്യപ്പെടുണ്ടാകും. അതിൻ്റെയൊക്കെ പേരാണ് പിന്നെ പറയും, എന്നോട് അപ്പന് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ എപ്പം വരും പറയുന്നറിയാം, മൂത്ത് മുരടിച്ച് മക്കളുണ്ടായാലും പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് എന്തില്ലായിരുന്നു, ഇഷ്ടമില്ല. ഇതിൻ്റെ പേരാണ് സിബ്ലിംഗ് റിവൽറി. ഇത് തുടങ്ങുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലാണ്. ആദ്യത്തെ മക്കൾക്ക് തന്നെ കുടിപ്പകൾ ഉണ്ടാകുക. കായീൻ ഹാബേലിനെ കൊല്ലുകയാണ്. അങ്ങനെ ഹാബേൽ കൊല്ലപ്പെടുകയും കായീൻ ഓടിപ്പോവുകയും ചെയ്തതായിട്ട് നാം കാണും. എന്നാൽ വീണ്ടും ദൈവം ചരിത്രം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ആദാമിലൂടെ തന്നെ ചരിത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ആദം തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം ഒരു മകന് ജനിപ്പിച്ചു. അവനെ എന്തെന്ന് പേരിട്ടു? ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിൻ്റെ വംശാപരമ്പ ആണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ഞാൻ വളരെ ഗൗരവമായി എന്നെ കർത്താവ് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. 5-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദം മുതൽ 7-ാമനായ ഒരാളുടെ പേര് 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 21-ാമത്തെ വാക്യത്തിൽ ആദം മുതൽ 7-ാമനായ ഒരാൾ പേരെന്താണ്? ഹാനോക്ക്. 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എല്ലാവരും പറയണം, എന്താണ് പേര്? ഹാനോക്കാണ്. ഹാനോക്കിന് 65 വയസ്സ്. താങ്ക് യു. 65 വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ചതോടുകൂടി ആദം ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുക. ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് എത്ര വർഷം? 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം എത്ര വർഷം? 300 വർഷം. അപ്പം അതിനൊരു കാരണമുണ്ട്. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം 300 വത്സരം ദൈവത്തോട് നടക്കാൻ കാരണം മെഥൂശലഹിൻ്റെ ജനനത്വം ദൈവം ഒരു അറിവ്, ഒരു വെളിപ്പാട്, ഒരു മുന്നറിവ്, ഒരു ഫോർനോളജ്, ഒരു ഹൃദയദൃഷ്ടി ഹാനോക്കിൻ്റെ തുറന്നു. അങ്ങനെയാണ് ആ കുഞ്ഞിന് പേരിടുക. എന്ത്? മെഥൂശലഹ് എന്ന് പേരിട്ടു. മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ളതാണ്. അവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു മുന്നറിവ് ഹാനോക്കിനുണ്ടായി. ഹാനോക്കിന് എന്തുണ്ടായി? മുന്നറിവുണ്ടായി. അതുകൊണ്ട് തന്നെ മുന്നറിവ് തന്നെ അസ്വസ്ഥനാക്കി. താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് തന്നെ ഹാനോക്ക് പ്രാർത്ഥിച്ച് കാണും. സ്വാഭാവികം, അവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കും. അപ്പം പിന്നെ പ്രാർത്ഥന എന്തായിരിക്കും? അവൻ ഉടനെ ഒന്നും എന്ത് ചെയ്യരുത്? മരിക്കരുത്. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് കിട്ടി. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ജീവിച്ചിരുന്ന ആരാ? മെഥൂശലഹ്. എത്ര വർഷം ജീവിച്ചിരുന്നു? 969 വർഷം. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ആളുടെ പേര് ആരാണ്? മെഥൂശലഹ്. എത്ര വർഷമാണ്? 900. ഈ മെഥൂശലഹിൻ്റെ ചരിത്രത്തിൽ കാണുന്നു, മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ ലാമക്ക്. അപ്പോൾ 969 നിന്ന് 187 കുറച്ചാൽ 782 കിട്ടും. വീണ്ടും ലാമക്കിന് 182 വയസ്സായപ്പോൾ നോഹയെ ജനിപ്പിച്ചു. 782 നിന്ന് 182 കുറച്ചാൽ 600 എന്നൊരു സംഖ്യ കിട്ടും. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ 600 അധികം 182 അധികം 187 സമം 969. അപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് മെഥൂശലഹ് മരിക്കുക.
നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ 969 വയസ്സ് മെഥൂശലഹനായി. മെഥൂശലഹൻ മരിച്ച വർഷമായിരിക്കണം എന്ത് തുടങ്ങിയത്? പ്രളയം തുടങ്ങിയത് അല്ലേ? അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്തോ സംഭവിക്കും. അതുകൊണ്ടാണ് ഉൽപ്പത്തി 7 കാണുന്നു, പ്രളയം തുടങ്ങിയപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സായിരുന്നു. നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? 600 വയസ്സ്. അപ്പോൾ ഈ ഒരു മുന്നറിവ് ആർക്കുണ്ടായി? ഹാനോക്കിനുണ്ടായി. അതുകൊണ്ട് തന്നെ ഹാനോക്ക് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കാക്കണമേ, സഹായിക്കണമേ. ദൈവത്തോട് കൂടെ നടന്നു. വല്ലാതെ ഹാനോക്ക് വ്യത്യാസപ്പെടുകയാണ്. ഹി വാസ് എ വെരി കാഷ്വൽ മാൻ. പക്ഷേ ഹാനോക്ക് ഈ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി വല്ലാതെ മാറി. ടോട്ടൽ ചേഞ്ചാണ് ഉണ്ടായത്. ഈ മുന്നറിവ് അവനെ ദൈവത്തോട് കൂടെ നടത്തി. എത്ര വർഷം പ്രാർത്ഥിച്ചു? 300 വർഷം. ദൈവം അവനെ എടുത്തുകൊണ്ടു. കാരണം ഈ 300 വർഷത്തെ ഉരുകിയുള്ള പ്രാർത്ഥന ഹാനോക്കിൻ്റെ ജഡത്തെ അങ്ങ് ഉരുക്കിക്കാണും. പ്രാർത്ഥന ജഡീകതയെ ഉരുക്കും. പ്രാർത്ഥന എന്തിനെ ഉരുക്കും? ജഡീകതയെ ഉരുക്കും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഗുണമുണ്ടായി? ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. കുറച്ച് ജഡമെല്ലാം ഉരുകിപ്പോയപ്പം ദൈവം പറഞ്ഞു കാണും, യു ആർ നോ മോർ ഫിറ്റ് ടു ദിസ് വേൾഡ്, നീ ഇങ്ങ് പോരാൻ പറഞ്ഞു കാണും. ഹാനോക്കിനെ ആരെ എടുത്തു? ദൈവം എടുത്തു. അപ്പം പ്രാർത്ഥന ജഡീകതകളെ കുറയ്ക്കും. എന്നാൽ ദൗർഭാഗ്യവശാൽ, ക്ഷമിക്കണം ഞാനത് പറയുന്നുണ്ട്, വളരെയധികം പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലരും ഭയങ്കര അഡമൻ്റായിട്ട് മാറുന്നത് ഞാൻ എൻ്റെ ക്രിസ്തീയ കോളത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാര മനോഭാവത്തിൽ ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഹാനോക്കിൻ്റെ ജഡീകതകൾ മാറി. ഈ ഉരുക്കം, മകനെ ഓർത്തുള്ള ഉരുക്കമാണ്. ആ ഉരുക്കം അവനെ വിശുദ്ധീകരിച്ചു. എപ്പോഴും ഓർത്തോണേ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉരുകാനുണ്ടെങ്കിൽ നല്ലതാണ്. എവിടെയാണ്? ജഡീകതകൾ അവിടെ വിശുദ്ധീകരിക്കപ്പെടും. ചില ഉരുക്കങ്ങളൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഉരുക്കങ്ങളുള്ളവരെ എന്നും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ തീഷ്ണമായ ഉരുക്കങ്ങൾ, ആ ഉരുക്കങ്ങളിലൂടെ കടന്നു പോയവരൊക്കെ അവിടെ ജഡീകതകൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹാനോക്ക് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവം ഹാനോക്കിനെ എടുക്കുകയാണ്. ആ മുന്നറിവ് ഹാനോക്കിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ ഗുണം? ഹാനോക്കിൻ്റെ മകൻ, മെഥൂശലഹിൻ്റെ മകൻ, ലാമക്കിൻ്റെ മകൻ നോഹയുടെ 3 മക്കൾ. ആരൊക്കെ? ഷേം, ഹാം, യാഫേത്ത്. ഷേം, ഹാം, യാഫേത്ത്. അവരെ ദൈവം പെട്ടകത്തിൽ കയറ്റി. ഈ വല്യപ്പൂപ്പൻ മരിച്ചു പോയിട്ടും പ്രാർത്ഥന മരിച്ചില്ല. ഒരു കാര്യം ഓർത്തോണം, പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. കാണ മെഥൂശലഹിനെ കാണുമ്പോഴെല്ലാം ആ അപ്പൻ്റെ ഉള്ളം ഉരുകി. എന്താണ് സംഭവിക്കാൻ പോവുക? എന്തോ അതിഭീകരമായ ഒന്ന് വരുന്നു. അതിനുവേണ്ടി 300 വർഷം ഉരുകി. അതുകൊണ്ട് തമ്പുരാനൊരു ഗുണം ചെയ്തു. മെഥൂശലഹിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും പെട്ടകത്തിൽ കയറ്റി സംരക്ഷിച്ചു. വീണ്ടും ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ആൾ മരിച്ചാലും പ്രാർത്ഥന മരിക്കില്ല. കണ്ണീരെല്ലാം ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഒരു നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുവുണ്ട്. അപ്പം നോക്കൂ പ്രിയരെ, അവിടെ കാണുകയാണ് മുന്നറിവുണ്ടായി. പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് മറ്റുള്ള ഇതര എല്ലാ റെസ്പെക്റ്റോടും എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, എല്ലാ സഭകളിൽ നിന്നും പെന്തക്കോസ്ത് സഭകളുടെ ചില പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കൊച്ചു കൂട്ടങ്ങളായിട്ടൊക്കെ ആരംഭിച്ചെങ്കിലും ഒന്ന് ആത്മാവിന് പ്രാധാന്യം കൊടുത്ത, ആത്മനിറവിന് പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ്ത് സഭ അല്ലേ? അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. വചനത്തോടും ആത്മാവിനോടും കൂടുതൽ അടുത്ത് ഇടപെടുവാൻ ഇഷ്ടപ്പെട്ട ഒരു സമൂഹം ആത്മനിറവിൻ്റെ ഒരു ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ കൃപാവരങ്ങൾക്ക് നമ്മുടെ ഇടയിൽ വലിയ പ്രാധാന്യമായിരുന്നു. വെളിപ്പാടുകൾ, ദർശനങ്ങളുള്ള ധാരാളം പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും അതിന്മേലൊക്കെ നീക്കുപോക്കുകളെ തരികയും ചെയ്തു. അങ്ങനെ അനുഭവങ്ങൾ ഉള്ളവരൊന്ന് കരം ഉയർത്താമോ? ശരിക്കും കരം ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം അല്ലേ? നമ്മൾ ഒരു പ്രതികരണം ദൈവത്തോടാണ്, മനുഷ്യനോടല്ല. അപ്പോൾ ദൈവം മുന്നറിവുകളെ തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മുന്നറിവ്. ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, എത്രയും മോശപ്പെട്ട ഒരു കാലമെന്ന് വേണേ വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ മാറുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ആവശ്യമായത് മുന്നറിവാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് വേണം? മുന്നറിവ് വേണം. പറഞ്ഞേ, എന്ത് വേണം? മുന്നറിവുകൾ വേണം. മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും കുറഞ്ഞത്
നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ പ്രാദേശിക സഭയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആ മുന്നറിവുകൾ ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായ വിടുതലുകൾ നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. അത്ഭുതകരമായ വിടുതലുകൾ നൽകാൻ ഞാൻ 2 സംഭവങ്ങൾ ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഒരു സംഭവം ഞാൻ കൂടെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു സഹോദരൻ ഒരു ഞായറാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം വായിക്കുക, അതിനകത്തൊന്ന് ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. അപ്പം ഞാൻ ആ ഭാഗമെടുത്ത് രാവിലെ വായിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഒക്കെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ ഇത് ഭൂലോകത്തിൽ വസിക്കുന്ന സർവ്വജനത്തിലും സംഭവിക്കും. പക്ഷേ ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അത് എന്നോട് ദൈവാത്മാവ് ഒരു അതിശക്തമായിട്ട് ഇടപെട്ടു, ഒഴിഞ്ഞു പോകാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഒരു ആത്മനിയോഗം തോന്നിയിട്ട് 21 ദിവസത്തെ പ്രാർത്ഥന വെച്ചു. 18ാമത്തെ ദിവസം ഞാൻ തിരുവനന്തപുരം പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അപ്പൻ, ചെറുപ്പക്കാരനാണ്, നല്ലൊരു കുടുംബം, പാവം പിടിച്ചൊരമ്മയും ഒരു ഭാര്യയും ഒരു 3 മാസമായ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ്, ആ മകന് LIC കെട്ടിടമുണ്ട് റാന്നിയിൽ, അതിൻ്റെ മുകളിൽ നിന്ന് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അവനെടുത്തിരുന്ന ഇലക്ട്രിക് ലാഡർ അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എന്ന ലൈനെ തട്ടി, മെയിൻ ലൈനെ തട്ടി അവിടുന്ന് ഷോക്ക് അടിച്ച് ഇവൻ മരിച്ചു എന്ന് തെറിച്ചു പോയി. അങ്ങനെ അവനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർക്ക് ഒരു സംശയം. അദ്ദേഹം CPR കൊടുത്ത് ഒരനക്കം വന്നപ്പോൾ അവനെ ആംബുലൻസിൽ കയറ്റി. പക്ഷേ ഈ നല്ലവനായ ഡോക്ടർ കൂട്ടത്തിൽ ചാടി കയറി അടുത്ത സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെയും CPR കൊടുത്ത് അവിടെ എത്തിച്ച ഉടനെ വെന്റിലേറ്റർ ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഇട്ടിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്താണ്. ഞങ്ങൾ പറഞ്ഞു സാരമില്ല, ഇട്ടു. പക്ഷേ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു, ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ച് 18ാമത്തെ ദിവസമായി. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 21 ദിവസം കഴിയുമ്പോൾ അവനെ അടക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. പെട്ടെന്ന് അവന് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി, ICU ഡിസ്ചാർജായി ഇറങ്ങി. പക്ഷെ അവന് ഓർമ്മയില്ല. ദൈവം അവൻ്റെ മെമ്മറിയെ റിക്കവർ ചെയ്തു. 21ാം ദിവസം അവന് ഉപവാസം കഴിയുമ്പോൾ തന്നെ അവന് ഡിസ്ചാർജായി. കുഞ്ഞ് പ്രീമോൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അവന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ്റെ സമയത്ത് വീട്ടിലൊരു യോഗം വെക്കണം. അങ്ങനെ എൻ്റെ സമയത്ത് അവൻ്റെ വീട്ടിലൊരു യോഗം വെച്ചു. ഞാനൊരു യോഗത്തിന് അവിടെ ചെല്ലുമ്പോൾ യോഗമല്ലായിരുന്നത്, എൻ്റെ മുറ്റത്തെല്ലാം പന്തലിട്ടിട്ടുണ്ട്, അയൽവക്കക്കാരെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്, ജാതിമത ഭേദമന്യേ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്, മൈക്കൊക്കെ വെച്ചു. ഭയങ്കര ആഘോഷമായൊരു യോഗം. അകത്ത് ചെന്നപ്പോൾ അവിടെ 100-150 പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേകുകയാണ്, വീട്ടിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇവനെന്നോട് പറഞ്ഞു, എന്നോട് സാക്ഷ്യം പറയല്ലേ, പേടിയാ, പക്ഷേ ഞാൻ പറയുന്ന പോലെ വേണം അച്ഛൻ, എനിക്ക് വേണ്ടി പറയണം. എന്താടാ പറയണ്ടേ? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ എൻ്റെ ബോഡി വെക്കാൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ മൈക്കിൽ പാടിയനെ സമയാമ്പാൻ്റെ രഥത്തിൽ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തേനെ, കഞ്ഞിയും പയറും ബന്നും കാപ്പിയും, മരണ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ്, ഇന്ന് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു, ഇന്ന് പന്തലിട്ടത് സ്തോത്ര പ്രാർത്ഥന നടത്താൻ. കാരണം കൂടെ അങ്ങ് പറയണം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ. എന്നാലും ദൈവസഭയുടെ ഉപവാസത്തിൻ്റെ മുമ്പിൽ ഇന്നും ദൈവത്തിന് ഒത്തിരി ഒഴിഞ്ഞുപോക്കുകൾ നൽകുന്നുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷേ ഒഴിഞ്ഞുപോക്കുകളുടെ ഒരു അനുഭവം ഉണ്ടാകും. അതിനെന്ത് വേണം? മുന്നറിവ് വേണം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞ് എന്ത് വേണം? മുന്നറിവ് വേണം. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മുന്നറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നറിവുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു രാത്രിയിൽ എനിക്കങ്ങനെ വലിയ വെളിപ്പാടൊന്നുമുള്ള ആളല്ല, എന്നാലും എൻ്റെ അപ്പന് നല്ല വെളിപ്പാടായിരുന്നു. ക്യാൻവാസ് കസേരയിൽ ഇങ്ങനെ രാത്രി കിടക്കും, വയ്യാതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓക്സിജനൊക്കെ അവസാനം വേണമായിരുന്നു. എന്നാലും ഓക്സിജൻ വെച്ചുകൊണ്ടാണെങ്കിലും ഒരു 11 മണി തൊട്ട് 1 മണി വരെ ഇങ്ങനെ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് ഓരോ കുടുംബങ്ങളെയും കുറിച്ചുള്ള വെളിപ്പാടുകൾ, എത്ര എണ്ണം ആത്മഹത്യക്ക് കയറിടുമ്പോൾ എൻ്റെ അപ്പ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കയറാൻ നിങ്ങൾ ഇറങ്ങിപ്പോരാൻ, ഇടരുതെന്ന് പറയാൻ വിളിച്ച അനുഭവങ്ങളുണ്ട് എത്ര പേരുടെ ജീവിതത്തിൽ. അങ്ങനെ എന്തെല്ലാം അത്ഭുതം. എന്നാലും എനിക്ക് ഒരനുഭവം ഉണ്ടായി. ഒരു രാത്രി ദൈവാത്മാവ് എന്നെ ഉണർത്തിയിട്ട് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ അവരൊരു 3-4 സഹോദരങ്ങൾ ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന വീടാണ്. ഞാൻ രാത്രി ചെന്ന് അവരെല്ലാം ഉണർത്തി. അവരെല്ലാം രാവിലെ പണിക്ക് പോകേണ്ടവരാണ്. ഉണർത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കണം, എനിക്കൊരു ഭയങ്കര ആത്മഭാരം.
പക്ഷേ പ്രാർത്ഥിക്കാൻ ചെന്ന ഞാൻ അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. ഇവർക്കെന്നെ ഇറക്കി വിടാനും വയ്യ, അവർക്ക് രാവിലെ പണിക്ക് പോകണ്ട, അവരാകെ അസ്വസ്ഥരായി. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചും പാടിയൊക്കെ ഇരുന്നു. പക്ഷേ അത്ഭുതം നടന്നത്, രാത്രിയിൽ അതിലൊരു കുഞ്ഞെഴുന്നേറ്റ് മുറിയിലോട്ട് ചെന്നപ്പോൾ അവർ കിടന്ന കട്ടിലിൽ അവിടെ ഒരു കരിമൂർക്കൻ തിറ കൂടിയിരിപ്പുണ്ട്. ഈ രാത്രി ചെന്ന് ഉണർത്തിയത് എന്തിനാ? തമ്പുരാൻ്റെ ഓരോ കൃപകൾ. അതുകൊണ്ടൊക്കെ തന്നെ പെന്തക്കോസ്തുകാരെന്ന നിലയിൽ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു അനുഭവം ആയിരുന്നു, നമുക്ക് ദൈവം മുന്നറിവുകളെ തരുന്നൊരു സമൂഹമായിരുന്നു. അങ്ങനെ മുന്നറിവുകൾ കിട്ടുകയും ഉരുകി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ആയിരക്കണക്കിന് ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നും നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയുക. കർത്താവേ, എനിക്ക് മുന്നറിവ് തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, വളരെ ഗൗരവമായി പ്രാർത്ഥിക്കണം. എന്ത് തരണം? മുന്നറിവുകളെ തരണം. കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പേരൻസും, ചില വൃദ്ധരായ പ്രിയപ്പെട്ടവരൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, വയ്യാത്തവരാകാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവം ഇടപെടും. എന്തിന്? ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വരുന്ന തലമുറകൾക്ക് വേണ്ടി, കത്തുദാസന്മാർക്ക് വേണ്ടിയൊക്കെ ദൈവസന്ധിയിൽ മുന്നറിവുകളിൽ ഉരുകി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ ദൈവമേ എനിക്ക് മുന്നറിവുകൾ തരണമേ. ഹല്ലേലൂയ. ഹാനോക്കിന് ദൈവം എന്ത് കൊടുത്തു? മുന്നറിവ് കൊടുത്തു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പാപം പെരുകുകയാണ്. പാപം പെരുകി. അതുകൊണ്ടാണ് പറയുക, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകിയപ്പോൾ പാപം വല്ലാതെ പാപം പെരുകിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ തിന്മ, ബോധിച്ച ഏവരെയും എന്തായിട്ടെടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത തിന്മ പെരുകി. ലൈംഗിക പാപങ്ങൾ പെരുകി. ലൈംഗിക പാപങ്ങളെല്ലാം പെരുകുമ്പോൾ അത് സാത്താന്യ ആരാധനയും മയക്കുമരുന്നും ലൈംഗിക പാപങ്ങളും എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അത് പെരുകുമ്പോൾ അതിൻ്റെ തിരിച്ചടി സമൂഹത്തിനുണ്ടാകും. പാപം പെരുകി. അതിനൊരു സമാനമായൊരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുക. ഇവിടെയാണ് മുന്നറിവുകളുടെ ആവശ്യം. കേരളം എല്ലാം ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ പാപം പെരുകയാണ്. എറണാകുളം ടൗണിലൂടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കുറേ പെൺകുട്ടികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് ധൈര്യത്തോടെ നടക്കുക. അപ്പോൾ അവരിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ മുൻവശത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വച്ചിരിക്കുന്നത്, വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. വെർജിനിറ്റി, വിശുദ്ധി എന്ന് പറയുന്നത്, കന്യാകത്വം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഒന്നും അല്ല, വലിയ മാന്യതയൊന്നും അല്ല, അവസരം കിട്ടാതെ പോയവൻ്റെ ഗതികേട് എന്ന് എഴുതി നടക്കാൻ തൻ്റെ ഇടം കാണിച്ച പെൺകുട്ടികളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഓർക്കപ്പെടേണ്ടത്. എന്താണ്? ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോവുക അറിയില്ല. ഭയങ്കര പാപം പെരുകുന്ന ലോകത്താണ്. പക്ഷെ പാപം പെരുകിയ ലോകത്ത് ദൈവം ആരെ തിരഞ്ഞെടുത്തു? നോഹയെ തിരഞ്ഞെടുത്തു. നോഹയും കുടുംബത്തെ എടുത്തു. കാരണമുണ്ട്, വല്യപ്പൂപ്പൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, മെഥൂശലഹ് മരിക്കുമ്പോൾ എന്തോ സംഭവിക്കും, അന്ന് കാത്തോണേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന, ദീർഘവർഷങ്ങളുടെ മുന്നറിവിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നോഹയും കുടുംബത്തെയും പണിയുകയാണ്. ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിലേക്ക് നോഹയും കുടുംബവും കയറുകയാണ്. അപ്പം പെട്ടകം പണിയുമ്പോൾ 6-ാം അധ്യായം വളരെ കൃത്യമായ സന്ദേശങ്ങളെ ദൈവം കൊടുക്കുന്നുണ്ട്. എന്താണ് കൊടുക്കുക? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൻ്റെ 14-ാമത്തെ വാക്യം, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കണം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. നീ ആ പെട്ടകത്തിന് എന്തുണ്ടാക്കണം? അറകളുണ്ടാക്കണം. അറകളുണ്ടാക്കണം. എന്നിട്ട് അകത്തും പുറത്തും എന്ത് തേക്കണം? കീൽ തേക്കണം. കാരണം ഈ പെട്ടകം വെള്ളത്തിലൂടെ പോകുകയാണ്. 2 കാര്യങ്ങൾ സംഭവിക്കാം. അകത്തുനിന്ന് പുറത്ത് പോകാം, പുറത്തുനിന്ന് വെള്ളം അകത്ത് കയറാം. രണ്ടാന്നേലും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കീല് തേക്കണം. എങ്ങനെ കീല് തേക്കാം? പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് നമുക്ക് കീല് തേക്കാം. ഈ പ്രളയത്തിൻ്റെ വെള്ളം പെട്ടകത്തിനകത്ത് കയറാതിരിക്കാനും, പെട്ടകത്തിലുള്ളവർ തെറിച്ച് പുറത്തു പോകരുത്. ദുരന്തമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, അകത്തുനിന്ന് ഒത്തിരി എണ്ണം തെറിച്ച് പോകുന്നുണ്ടെന്നുള്ളതും അറിയാതെ പോകരുത്. എത്ര പെൺകുട്ടികൾ, ആൺകുട്ടികൾ
ഇറങ്ങിപ്പോയതിൻ്റെ പിന്നാലെ എളിവനായി എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റിലൊക്കെ ഏർപ്പെടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേർക്ക് നേരെ നിന്ന് നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കൊണ്ടുപോകേണ്ടതിൻ്റെയൊക്കെ മുമ്പിൽ ഇറങ്ങിപ്പോകാനും ഇറക്കിക്കൊണ്ടു പോകാനും വന്നവരുടെ ഇടയിൽ. പക്ഷേ ഒരു കാര്യം, ഒറ്റ വഴിയേ ഉള്ളൂ ഇറങ്ങിപ്പോകാതിരിക്കാൻ: കീല് തേച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും ഉപവാസം കൊണ്ടൊരു കീല് തേക്കുമ്പോൾ അകത്തുനിന്ന് ഒരാൾ പുറത്തു പോകത്തില്ല. പുറത്തെ പ്രളയം അകത്ത് കടക്കാതെ ദൈവം കാക്കും. ഉപവാസ പ്രാർത്ഥനയെ ഗൗരവമായി കാണണം. ഒരു പതിവ് ചടങ്ങുകളല്ല. കുറച്ചുകൂടെ എല്ലാ ദൈവമക്കളും ഏത് ഉപവാസ പ്രാർത്ഥനയും ഗൗരവമായി കാണേണ്ട കാലം പ്രളയം വരികയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ അതിനകത്ത് എന്ത് പണിയണം? മുറികൾ പണിയണം. മുറികളെന്ന് പറയുന്നത് അത് സ്വകാര്യതകളെ കാണിക്കുന്നതാണ്. മുറികൾ പണിയണം. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ പലയിടത്തും മുറികൾക്ക് പകരം മതിലുകളാണ് രൂപപ്പെടുക. മുറികളല്ല, ഇന്നർ വോൾസാണ്. ഞാനൊരു വീട്ടിൽ ചെല്ലുകയാണ്. ഒരു സ്വാഭാവികമായ സംഭവങ്ങളാണ്. 2 നില വീടാണ്. 2 നില വീടാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞ് മക്കൾ എവിടെ ആയിരിക്കും താമസിക്കുക? മുകളിലായിരിക്കും. അപ്പനും അമ്മ എവിടെ ആയിരിക്കും? താഴെയായിരിക്കും. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ഈ അമ്മ മോന് ടെസ്റ്റ് അയച്ചു. മോൻ മുകളിലാണ്. കുഞ്ഞെ, കുഡ് യു പ്ലീസ് കം ഡൗൺ, അങ്കിൾ ഈസ് വെയിറ്റിംഗ്. തിരിച്ച് മറുപടി, സോറി, ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം. ഒറ്റയടി. അപ്പം വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പേടിയാണ്. പാസ്റ്റർ വിളിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. പോയി കഴിയുമ്പോൾ ഈ ഇടിനാശവും വെള്ളപ്പൊക്കമാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു മുറിയാണെങ്കിലും ഒരു വീടാണെങ്കിലും വീടിനകത്ത് എന്തുണ്ടായി? മതിലുകളുണ്ടായി. ഇത് ഭയങ്കര ഗൗരവമായി കാണേണ്ട കാര്യമാണ്. മതിലുകളുണ്ടായ പ്രളയത്തെ അതിജീവിക്കാൻ ഒക്കത്തില്ല. പ്രളയം വരികയാണ്. മയക്കുമരുന്നിൻ്റെ പ്രളയം വരുന്നു, ലഹരിയുടെ പ്രളയം വരുന്നു, പ്രിയമുള്ളവരെ സ്വർഗരതികളുടെ പ്രളയങ്ങൾ വരുന്നു. ഈ വിരുദ്ധ ഉപദേശങ്ങളുടെ പ്രളയങ്ങൾ. യൂട്യൂബിലൂടെയൊക്കെ ചില സംവാദങ്ങളും ഒക്കെ കേൾക്കാൻ പോയിട്ട് ഇപ്പം സംശയവും പിടിച്ച് ദൈവവും ഇല്ല, ദേവനും ഇല്ല, യേശുവും ഇല്ല, തൃത്വവും ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന എത്ര എണ്ണത്തെ ചുറ്റും കാണാമെന്നറിയാമോ? വിരുദ്ധ ഉപദേശങ്ങളുടെ പ്രളയങ്ങൾ. ഈ പ്രളയങ്ങൾ വരുമ്പോൾ നമുക്ക് മതിലുകൾ വേണ്ട. കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാലേ ഈ പുറത്തെ പ്രളയം അകത്ത് കയറാതിരിക്കത്തുള്ളൂ. അത് വീടിന് മാത്രമല്ല, സഭയ്ക്കും ആവശ്യമാണ്. ദൈവം പറഞ്ഞു, നീ എന്ത് പണിയണം? മുറികൾ പണിയണം. മുറികൾ മാത്രം പണിതാൽ പോരാ. താഴോട്ട് വരുമ്പം പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ അതിന് കീഴ് തേക്കണം. എന്നിട്ട് എന്നെ പ്രധാനമായിട്ടും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവിടെ പറയുകയാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. 16-ാമത്തെ വാക്യം 2-ാം ഭാഗം. താഴത്തെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. അതിന്റെ വശത്ത് വെക്കണം. അടുത്ത താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. താഴെത്തട്ട്, നടുത്തട്ട്, മുകൾ തട്ട്. യു ഹാവ് ടു മേക്ക് ഡെക്സ്. അപ്പർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, ലോവർ ഡെക്ക് വേണം. പെട്ടകം വരികയാണ്. പെട്ടകത്തിന് 3 ഡെക്ക് വേണം. ലോവർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, അപ്പർ ഡെക്ക് വേണം. ഇതെന്തിനെ കാണിക്കുകയായിരിക്കാം? പല കാര്യങ്ങളും ഇത് കാണിക്കാം. ഒന്ന് മനസ്സാണ്. മനസ്സിൽ ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, പിന്നെ ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡുണ്ട്. അതാണ് ദൈവത്തോട് ബന്ധപ്പെടുന്നത്. ഈ അന്തരാത്മാവിൻ്റെ ശൂന്യത എന്ന് പറയുന്ന ഒന്ന് എല്ലാ മനുഷ്യരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ അന്തരാത്മാവിൻ്റെ അസ്വസ്ഥത മാറ്റാൻ സിനിമകൾ കണ്ടു, തീർത്ഥാടന കേന്ദ്രങ്ങൾ സഞ്ചരിച്ചു, ഒത്തിരി തീർത്ഥയാത്രകളൊക്കെ പോയവരും ഞാൻ കണ്ടിട്ടുണ്ട്. ശൂന്യത മാറ്റാൻ അവർ ഡിസ്റ്റർബ്ഡാണ്. അസ്വസ്ഥകൾ മാറ്റാൻ ധാരാളം വായിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, പക്ഷെ മാറ്റിയില്ല. യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ അന്തരാത്മാവിൻ്റെ ശൂന്യത മാറി, എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഉണ്ട്. അതിനെ നമ്മളിന്ന് ഗൗരവമായി കാണാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഒന്നും അല്ല. അവർക്ക് എഴുന്നേക്കണം, ഫോൺ റീചാർജ് ചെയ്യണം, കഴിക്കണം. അതിനെക്കാട്ടിലും കൂടുതൽ ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുമായിരുന്നു. ആ ചിന്തകൾ സാധു സുന്ദർ സിംഗ് പോലും അങ്ങനെയാണ്. ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്, അന്തരാത്മാവിൻ്റെ ആസ്തിക്ക്. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടായി. അങ്ങനെ ക്രിസ്താനുഭവം ഉണ്ടായ എത്രയോ പേരെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് കഴിയും. ക്രിസ്താനുഭവങ്ങളുള്ള എത്രയോ പേരെ കാണാൻ കഴിയും. അപ്പോൾ നോക്കൂ, 3 തട്ടുകൾ. ഒന്ന് ബോധമനസ്സാണ്, 2 ഉപബോധ മനസ്സാണ്. അതാണ് അടിത്തട്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസും വൂൺസും ഒക്കെ കിടക്കുന്നത് ഉപബോധ മനസ്സിലാണ്. പിന്നെന്ത് വേണം? സൂപ്പർ കോൺഷ്യസ്, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു തലം. ഇനി മറ്റൊരു തലത്തിൽ അതിനെ ചിന്തിക്കാം. വേർപാടായിട്ട് ഈ ലോവർ തട്ടിലായിരിക്കാം മൃഗങ്ങളൊക്കെ ഉള്ളത്, മിഡിൽ ഡെക്കിലായിരിക്കാം അവരുടെ ജീവിതം. പക്ഷേ ലോവർ ഡെക്കും മിഡിൽ ഡെക്കുമായിട്ട്
അവർക്ക് ഒരു വേർപാട് വേണം. താഴെ എല്ലാ ടൈപ്പ് മൃഗങ്ങളുമുണ്ട്. അതിൻ്റെ വിസർജ്യങ്ങൾ കാണാം, അതിൻ്റെ തീറ്റകൾ കാണാം, അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഒക്കെ ശരിയാ, തുറക്കാനൊക്കത്തില്ലല്ലോ പെട്ടകം. ഓർത്തോണം, എന്ത് വേണം? സപ്പറേഷൻ വേണം. എല്ലാവരും പറഞ്ഞേ, എന്ത് വേണം? നമ്മൾ ലോകത്തിനാണെങ്കിലും നമുക്ക് സപ്പറേഷൻ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. കരമടിച്ച് സ്തുതിച്ച്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. സപ്പറേഷൻ മസ്റ്റാണ്. സപ്പറേഷൻ മസ്റ്റാണ്. സപ്പറേഷനെക്കുറിച്ച് വേണ്ടാന്ന് പറഞ്ഞ പലരും ഇന്ന് ശുശ്രൂഷയിലില്ല എന്നുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. അവർ എന്നോട് വാദിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് സിനിമ കാണാൻ പോകും, നിങ്ങൾക്ക് അതൊന്നും തെറ്റല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും സിനിമ കാണാൻ പോയി. പക്ഷേ ഇന്ന് എന്തില്ല? ശുശ്രൂഷയില്ല. കാരണം നമുക്കെന്തോ വേണം? പറഞ്ഞേ, എന്തോ വേണം? സപ്പറേഷൻ വേണം. സപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സപ്പറേഷനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്താണ് ഈ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്കെന്തോ വേണം? സപ്പറേഷൻ. അത് ഇന്നത് വേണം, ഇന്നതാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, അകത്തൊരു സപ്പറേഷൻ ഉണ്ടെങ്കിൽ പുറത്തത് വെളിപ്പെട്ടിരിക്കും. അകത്തൊരു സപ്പറേഷൻ ഉണ്ടെങ്കിൽ അതെവിടെ വരും? പുറത്ത് വരും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞേ. അകത്തൊരു സപ്പറേഷൻ ഉണ്ടോ അതെവിടെ വെളിപ്പെട്ടിരിക്കും? പുറത്തോടുള്ള ലോകത്തോടുള്ള അതിയായ ആഗ്രഹങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങളൊരു പക്ഷേ എളിയദാസൻ്റെ, ഞാൻ രായിച്ചാന് ഒക്കെ ഞങ്ങളൊന്നിച്ച് പൗരുഷനെ ശുശ്രൂഷിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രസംഗങ്ങൾ മിക്കവാറും എല്ലാം ലൈവ് കേട്ടിട്ടുള്ളവരൊക്കെ കാണാം. എങ്കിലും എനിക്കൊന്ന് ഞാൻ ആ പറയുന്ന കഥ ആരോ ചെറുതാക്കിയിട്ടിട്ടുണ്ട്. ആ കഥ ഒന്നുകൂടെ പറയുകയാണ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. എങ്കിലും സന്ദർഭോചിതമായിട്ട് അതൊരു നല്ല കഥയാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്തോ വേണം? എന്തോ വേണം? വേർപാട് വേണം. പറഞ്ഞേ, എന്തോ വേണം? വേർപാട്. ലോവർ ഡെക്ക്, മിഡിൽ ഡെക്ക്, അപ്പർ ഡെക്ക്. ഞാൻ പെട്ടെന്ന് പറയാം. ലോവർ, മിഡില്, അപ്പർ അല്ലേ? ലോവർ ഡെക്കിലായിരിക്കാം മൃഗങ്ങളൊക്കെ. നീ പക്ഷേ എവിടെ ആയിരിക്കണം? അപ്പർ ഡെക്കിലായിരിക്കണം. എന്തോ വേണം? ഒറ്റ പെട്ടകം. പക്ഷേ എന്തോ വേണം? സപ്പറേഷൻ. 2 ഉദാഹരണങ്ങൾ സാധാരണ ഞാൻ പറയാറുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ട ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ റാന്നിയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ, പുള്ളി നല്ലപോലെ വെള്ളം അടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസം കുടിക്കും, പിന്നെ ഓക്കെയാണ്. ഇപ്പോൾ ഏതായാലും ഒത്തിരി മാറ്റമായി. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി എന്നെ ഭയങ്കര സ്നേഹത്തോടെ അളിയെന്നാണ് വിളിക്കുക. അളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയൻ അത്യാവശ്യമായിട്ട് റാന്നിക്കൊന്ന് വന്നേ, ഇട്ടിപ്പാറയ്ക്ക് വരാനൊക്കത്തില്ല. അളിയ ചുമ്മാ കുഞ്ഞു കളിക്കില്ല, മനുഷ്യൻ നേരെ ഇല്ലാത്ത നേരത്തെ മെനക്കെടുത്തരുതേ. പുള്ളി അങ്ങനെ അല്ല, അളിയൻ വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ പൊന്നളിയ, ഒരു വലിയ സംഭവമുണ്ട്. എന്താ അളിയ പറ? നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര്, ഞങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര് ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട്, കുപ്പി മേടിക്കാൻ നിൽക്കുക. അളിയൻ ഇപ്പം വന്ന് അവനെ പിടിക്കുക. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ വരാം. പിടിക്കാനൊന്നുമല്ല, അവൻ എന്നെ കാണണം. കണ്ടാൽ പിന്നെ ഒന്നീ ഗുണം പിടിക്കും, അല്ലെ പിന്നെ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഏതെങ്കിലും ഒന്നും നടക്കുമല്ലോ. ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചോദിച്ചു, അളിയൻ എവിടാ? അളിയൻ പറയാണ്, ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അതാണ് അളിയൻ പറഞ്ഞത്. ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ എന്ത് ചെയ്തുണ്ട്? അപ്പോൾ അളിയൻ പറയുന്ന കാര്യമുണ്ട്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. നീ എന്ത് ചെയ്തവനാ? സ്ഥാനപ്പെട്ടവനാ. നീ ഒരു സഭയിൽ പോകുന്നവനാ. ഇതിൻ്റെ പേരാണ് എന്ത്? വേർപാട്. മനസ്സിലായോ? വേർപെട്ടുകൊണ്ട് എല്ലായിടത്തും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? നിൽക്കാനൊക്കത്തില്ല. ഒക്കുവോ? പറ. എല്ലായിടത്തും നിൽക്കാൻ ഒക്കുവോ? ഇല്ല. ഒക്കുവോ? പറ മക്കളെ, ഒക്കുവോ? ഇല്ല. എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ MA പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഞങ്ങളുടെ കമ്പനിയുടെ, ഞങ്ങളുടെ ഒരു ഗായിങ്ങിൻ്റെ ഫെയർവെൽ, എല്ലാവരും കോളേജിൽ നിന്ന് ഫെയർവെല്ല് പോവും. അതൊക്കെ ഫെയർവെൽ പാർട്ടിയൊക്കെ നടക്കുക. അപ്പം ഞങ്ങളുടെ ഒരു ഗായിങ്ങിൻ്റെ ഒരു ഫെയർവെല്ല് എവിടെ വെച്ചെന്നറിയാമോ? കോമരകത്ത് ഷാപ്പിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ, ഞാൻ വരത്തില്ല. അല്ലടാ അളിയ, നീ വരണം. നീ ഇല്ലേ എന്തോന്ന് ഫെയർവെല്ല, നീ നമ്മുടെ ചങ്കല്ലേ. സമ്മതിച്ചു. അവസാനം ഞാൻ 2 കണ്ടീഷൻ വെച്ചു. ഒന്ന്, ഷെയർ തരത്തില്ല, ദശാംശ പൈസയാണ്. അപ്പന്നെ സ്വത്രാഴ്ച കിട്ടുന്ന പേടിയാണ്. അതുകൊണ്ട് കള്ളിന് ഷെയർ തരത്തില്ല. അവർ പറഞ്ഞു, നീ കള്ളിനും ഷെയർ തരണ്ട, കപ്പയ്ക്കും ഷെയർ തരണ്ട, പക്ഷേ നീ വരണം, 5 പൈസ തരണ്ട. ആ കണ്ടീഷൻ അംഗീകരിച്ച് പോയി. അവിടെ പോയിരുന്നു. എനിക്ക് അവർ ഒരു കപ്പയും ഒരു മീനും തന്നു. അവർ കള്ളെടുത്ത് വെച്ചു. എൻ്റെ പൊന്ന്, സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ ഇനി അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് ബീനാൻറ്റി. ഞാൻ പ്രത്യേകം പറയാം, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല. കള്ള് കൊണ്ട് വെച്ചു. കള്ളെല്ലാം വെച്ച് അവർ കുടിക്കും, പാട്ടൊക്കെ പാടി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അമ്മയും ഞാനും കൂടെ ഒരു പയ്യൻ്റെ വീട്ടിൽ പോയി. അവരമ്മ പറഞ്ഞിട്ട് ആ പയ്യൻ ഇച്ചിരി ഉഴപ്പാണ്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, പ്രിൻസ് മോനെ കണ്ട് പഠിക്കുക, എന്ത് നല്ല മോനെ, ഇങ്ങനെ വേണം, അതിനടുത്ത് നടക്കുക മോനെ, ഇവനെ വന്ന് ആരാധനയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണേ. ഞാൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച രാവിലെ വരാടാ.
നിന്നെ വിളിച്ചുകൊണ്ട് പോകാം. ശരിയെന്നെല്ലാം പറഞ്ഞതാ. ഞാൻ നോക്കിയപ്പം ഈ ഷാപ്പിൻ്റെ എല്ലാം മൊത്തം അടച്ചിട്ടില്ലല്ലോ, പകുതി ഇങ്ങനെ അടച്ച് തടി വെച്ചേക്കുമല്ലേ. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ കാലത്ത് 3-4 ബൈക്ക് വന്ന് പടപടാൻ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ റാന്നിക്കാരാ, അതിനകത്ത് ഇവനും ഉണ്ട്. ആര്? ഈ ഞായറാഴ്ച വിളിക്കേണ്ട പയ്യൻ, പ്രിൻസ് മോൻ, നല്ല മോന്. ഞാൻ കുടിച്ചോ? സത്യമായിട്ടും കുടിച്ചില്ല. ഞാൻ കുടിച്ചിട്ടില്ല, ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ദൈവകൃപയാ. ഞാനൊരു കാര്യം ചെയ്തു, എന്നെ വിറച്ചു പോയി. ഞാൻ ആ പലകയ്ക്ക് ഇടയിൽ കൂടെ നൂന്നിറങ്ങി കച്ചിത്രുവിനകത്ത് കയറിയിരുന്നു. അവൻ പോകുന്നിടം വരെ. എന്തൊരു ഗതികേടാന്ന് ഓർത്തവനെ. എവിടെ പോയത് കൊണ്ടാ? നല്ല മോന് ഷാപ്പിപ്പാനൊക്കുമോ? ഇല്ല. കുടിച്ചില്ലെന്നുള്ളത് ആരോടാ പറയണ്ടേ? മൂന്നാമത്തെ ഒരു കഥ പറയാം, പിള്ളേർ കേൾക്കാൻ വേണ്ടിയാ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയാണ്. നല്ലൊരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് മഞ്ഞളി അച്ഛനാണ്, ജോസഫ്. അച്ഛൻ്റെ കഥ ഞാൻ എപ്പോഴും പറയണം. എനിക്കതൊന്ന് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അച്ഛൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ അച്ഛന് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. കേൾക്കാത്തവരുണ്ട് കാണുമല്ലോ. അപ്പോൾ അച്ഛന് മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കാൻ പോയി, കുപ്പായൊക്കെ ഇട്ട്, കൊച്ചായിരിക്കുമ്പോൾ, കൊച്ചച്ഛനായിരിക്കുമ്പോൾ. അപ്പോൾ നടക്കാൻ പോയപ്പോൾ അവിടെ ഒത്തിരി ആണും പെണ്ണും ഇങ്ങനെ വന്നിരിക്കുമല്ലോ. നമുക്കൊക്കെ അറിയത്തില്ലേ, മറൈൻ ഡ്രൈവ് ഇങ്ങനെ ആണും പെണ്ണും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ അച്ഛനിങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറുക്കൻ അച്ചോ ഹുയ് എന്ന് വിളിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനങ്ങ് തല വെട്ടിക്കും. പിന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചോ ഹുയ്. അച്ഛനങ്ങ് ദേഷ്യം വന്ന മക്കളെ, മുട്ടയെന്ന് വിരിയാത്തവൻ അച്ചോ ഹൂയി എന്ന് വിളിക്കുക കേട്ടോടാ. ഒറ്റ ഹട്ടി വെച്ച് കൊടുക്കണ്ടേ ആനേട്ട്, ഒറ്റ ഹട്ടി അവന് കൊടുക്കണ്ടേ. പക്ഷേ അടിക്കാനൊക്കെ അച്ഛൻ നടത്തം നിർത്തി ഇങ്ങനെ പോകുന്നു. തിരിച്ച് ബിഷപ്പ് ഹൗസിൽ വന്നിട്ട് ഇവരെല്ലാം കൊണ്ടിരുന്ന് കഞ്ഞി കുടിക്കുമ്പം വല്യച്ഛനടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ വല്യച്ഛനോട് ഈ കൊച്ചച്ഛൻ മഞ്ഞളി അച്ഛൻ പറഞ്ഞ്, എൻ്റെ പൊന്നച്ഛ, ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയപ്പോൾ മുട്ടയെന്ന് വിരിയാത്ത ഒരു ചെറുക്കൻ അച്ചോ ഹൂയി എന്ന് വിളിക്കുക. എന്നിട്ട് എന്തോ ചെയ്യാൻ ഒരൊറ്റ പെട കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെടയ്ക്കാൻ ഒക്കുമോ? ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ പോന്നു. അപ്പോൾ ഈ കഞ്ഞി കുടിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഈ പ്രായമുള്ള വല്യച്ഛൻ ചോദിച്ചു, മഞ്ഞളിയെ, താൻ എന്തിനാ ഈ മറൈൻ ഡ്രൈവിൽ പോയേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ചോ കാറ്റ് കൊള്ളാൻ പോയതാ. വല്യച്ഛൻ കുറേ ഗ്യാപ്പൊക്കെ ഇട്ട് കഞ്ഞിയൊക്കെ വലിച്ചു കുടിച്ചിട്ട് പറഞ്ഞു, മഞ്ഞളിയെ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളത്തില്ല, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാം. അപ്പോൾ ഓർത്തോണേ മക്കളെ, നമ്മൾ തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ്. സെപ്പറേഷൻ. അതിനകത്ത് ഇപ്പോൾ ഇന്നതാണ് അങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ എന്നാലും മനസ്സിനകത്ത് സൂക്ഷിച്ചോണം. ഐ ആം സെപ്പറേറ്റഡ്, ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ടവനാണ്. അപ്പം അത് വേർപാടിനെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുകൾ തട്ടെന്ന് വേദപുസ്തകത്തിൽ എവിടെല്ലാം ഉണ്ടോ അതെല്ലാം എന്തിനെ കാണിക്കുക? പ്രയർ റൂമിനെ കാണിക്കുക, പ്രാർത്ഥനാ മുറിയെ കാണിക്കുക. മുകൾ തട്ടെന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രയർ റൂം ആണോ? മുകൾ തട്ട് നമുക്കറിയാം. ദൈവം ഇറങ്ങുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു മുകൾ തട്ട്, മാളിക മുറി എന്ന് പറയുന്നത് പലപ്പോഴും പത്രോസ് പോലും പിന്നെ വെൺമാടത്തിൽ കയറി എന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ? അതൊരു പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രളയമാണ് വരുന്നത്. എൻ്റെ പൊന്നെ, എന്തോ വരിക? പ്രളയം വരിക. ചില്ലറ പ്രളയമാണോ? ഈ പ്രളയം ഒരു രസമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് റാന്നിക്കാർക്ക് പ്രളയം ഒരു രസമായിരുന്നു. എന്തോ ഒരു രസമാണ് പ്രളയം വന്നാൽ ഉടനെ പിണ്ടിച്ചങ്ങാട് ഇറക്കും, അതിൻ്റെ പുറത്തൂടെ കയറി കിടക്കും, ആൾക്കാർ സാധനം മാറ്റും, പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കും, കപ്പയും മീനും വേവിക്കും. എന്തോ രസമായിരുന്നു പ്രളയം രസമല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് 2018. പ്രളയം രസമല്ലെന്ന് മനസ്സിലായി അന്നേരം. കാരണം ഞാൻ വെളുപ്പിനെ 3 മണിക്ക് ടൗണിൽ നിൽക്കുക, വെള്ളം കയറി വരിക, കൈവിട്ട പോക്ക. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളന്ന് അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ പാസ്റ്റർ പറഞ്ഞു, പ്രിൻസെ വിട്ടോ, പിള്ളേരെ കൊണ്ടാക്കിക്കോ, നീ ഏതുവഴിയെങ്കിലും ഒക്കെ നീന്തി കയറിപ്പോവും. എനിക്ക് ഒരുമാതിരി നീന്താം, പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായെങ്കിലും നീന്താം. പക്ഷേ പിള്ളേരെന്തോ ചെയ്യും. ഞാൻ തിരിച്ച് വന്ന് പത്തനംതിട്ട വഴി കറങ്ങി വന്ന് വീട്ടിലാക്കിയിട്ട് തിരിച്ച് എന്ന് ഇറങ്ങിയപ്പോഴത്തേന് എന്നോട് ആൾക്കാർ പറഞ്ഞ് തിരിച്ച് കയറാൻ. കാരണം എൻ്റെ കഴുത്തറ്റം വെള്ളമായപ്പം കാല് പതറി. അത്ര വെള്ളം ഇങ്ങനെ വരികയാണ്, പ്രളയം. അപ്പോൾ ഈ വെളുപ്പിനെ 3 മണിക്ക് ഞാൻ എൻ്റെ ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചായോ വെള്ളം വരവാ, കൈവിട്ട പോക്കാൻ തോന്നും, പുറകിലൊന്ന് നോക്കി, അവിടെ വെള്ളം കയറുമോ? നീ ചുമ്മാ ഇവിടെങ്ങും വെള്ളമെന്ന് പറയുന്ന സാധനം വരുന്നിട്ടേ ഇല്ലേ? അച്ഛാ ഒന്ന് നോക്കച്ച, ചുമ്മാ അച്ഛാ നോക്ക്. അച്ഛാ നോക്കിയപ്പം സിറ്റ് ഔട്ടിലോട്ട് കയറുക. ചേച്ചിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. ചേച്ചി അവിടെ നിന്നുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ച് പോരാടി, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അതിരിട്ട് ഗ്ലോറി. എവിടെ കേൾക്കാനാ? വെള്ളം പെരയ്ക്കകത്ത് കയറിയപ്പോൾ ഇവരിതെല്ലാം കൂടെ പറക്കി മേളിൽ റൂഫ് ഇട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടിട്ട് ആ റൂഫിൻ്റെ അവിടെ സാധനം എല്ലാം കൊണ്ടിട്ടിട്ട് മേളിക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പം റൂഫേ കയറി. റൂഫേലോട്ട് വെള്ളം കയറിയപ്പം ചേച്ചി ഒരു ചോക്കെടുത്ത് അങ്ങോട്ട് വരച്ച് അതിരിട്ട് ഞാൻ പുള്ളിക്കാരത്തി അങ്ങനെ വൈബ്രേഷനൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എവിടെ കേൾക്കാനാ? വെള്ളം മൊത്തം കയറിക്കഴിഞ്ഞ് എല്ലാ സാധനവും ഒലിച്ചു പോയപ്പോൾ ആൾക്കാർ അവിടുന്ന് വിളിച്ച് പറഞ്ഞ് ചാടിക്കോളാൻ.
അങ്ങനെ റൂഫിൻ്റെ മണ്ടയിൽ ചാടി നീന്തി റബ്ബറും കമ്പെ പിടിച്ച് പോകുമ്പോൾ ഈ ചേച്ചി ഉറക്കെ അലച്ചു, എന്നാൽ കർത്താവെ ഇനിയും തോന്നിയതുപോലെ ചെയ്തോളെ, കാരണം എല്ലാം പോയി. അതിൻ്റെ പേര് എന്ത്? പ്രളയം. അതല്ലേ പ്രളയം. പ്രളയം ഇങ്ങനെ വരിക, മക്കളെ ആട്ടിച്ചോലച്ച് ഈ സാധനം കൊണ്ടുപോകത്തില്ലേ? പെട്ടകം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രളയം ഉരുള് പൊട്ടി വരികയല്ലേ, പെട്ടകം കൊണ്ടുപോകത്തില്ലേ? പക്ഷേ ഈ പെട്ടകം പോത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? ഇതിന് മുകൾ തട്ടുണ്ട്. മുകൾ തട്ടുണ്ടോ പെട്ടകം അറിയത്തില്ല, പെട്ടകത്തിൽ വെള്ളം കയറത്തില്ല. മുകൾ തട്ട് വേണം. ഞാൻ ഒന്നുകൂടെ കൂട്ടി പറയും. മുകൾ തട്ട് മാത്രം പോരാ, മുകൾ തട്ടി മുഴങ്കാലുണ്ടോ? ഏത് പ്രളയത്തെ നമ്മൾ അതിജീവിക്കാൻ പ്രാർത്ഥിക്കാൻ പോകുക. മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ? ഒന്നും കാണാനില്ലെങ്കിലും അതിനകത്തൂടെ കാണും. അതിൻ്റെ മുകളിലൊരു മഴവില്ല്. ഇന്ന് പകലിൽ മുകൾ തട്ടി കയറണം. വലിയ പ്രളയമാണ് വരുന്നത്. എന്ത്? ഇന്ന് കാണുന്ന ലോകം പേടിക്കുന്ന ഒരു പ്രളയം, പ്രത്യേകിച്ച് കേരളം ഭയക്കുന്ന ഒരു പ്രളയം, ഒരു ജനറേഷനെ ഇല്ലാതാക്കാനുള്ള ലഹരിയുടെ പ്രളയങ്ങൾ വരുന്നു. എന്തെല്ലാം പ്രളയങ്ങൾ! ഇതിൻ്റെ നടുവിൽ ദൈവസഭയ്ക്കൊരു റോളുണ്ട്. മുകൾ തട്ടുണ്ടോ? മുഴങ്കാലുണ്ടോ? ഏത് പ്രളയത്തെ നമ്മൾ അതിജീവിക്കും? 2 മിനിറ്റ് നമുക്കൊരു പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ളവരെല്ലാം പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഒരു ദിവസം പോരാ, എത്രയും നേരം മുകൾ തട്ടി കയറാമോ അത്രയും നേരം മുകൾ തട്ടി കയറണം. ഹല്ലേലൂയ. 18 മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരെ എളിവം കണ്ടു. അടുത്തിടയ്ക്ക് എന്നെ ഒരു ഡോക്ടർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസി വന്നൊരു പെൺകുട്ടിയാണ്, ഡോക്ടറാണ്. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കൈവെപ്പ് വേണം. ഞാൻ പേടിച്ചു പോയി. മോളെ എന്തിനാണ്? അവൾ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ അകത്തൊരു അങ്കലാപ്പുണ്ടായി. പാസ്റ്ററെ 6 മണിക്കൂർ ഇപ്പം പ്രാർത്ഥിക്കും, അത് 8 മണിക്കൂറാക്കാൻ പാസ്റ്ററുടെ ഒരു കൃപ വേണം. എന്നെ വല്ലാതെ ഭയപ്പെട്ടു പോയി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, പ്രൊഫഷണൽസ് ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊരു ഭയങ്കര സന്തോഷമാണ്. മുകൾ തട്ട്. 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരെ 10 മിനിറ്റ് ആക്കണം. 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരെ 20 മിനിറ്റ് ആക്കണം. ഇടയ്ക്ക് രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. കൃപ കിട്ടണം. ഒക്കുമെങ്കിലൊക്കെ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. കരങ്ങളെ മലർത്തി പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുക. ആരെങ്കിലുമൊക്കെ മുട്ടുമടക്കിക്കാൻ നമുക്ക് വലിയ ശക്തിയൊന്നും വേണ്ട. എന്നാൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. ആരെങ്കിലും കാലെ തട്ടി തള്ളിയിടാൻ വലിയ കഴിവ് വേണ്ട. എന്നാൽ അവിടുത്തെ മുമ്പിൽ കവിണ് വീഴണമെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായൊരു കൃപ വേണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പകലിൽ എനിക്ക് മുഴങ്കാലും മുകൾ തട്ടും വേണം. പ്രളയത്തെ അതിജീവിക്കണം. അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് അധികം പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ വേണം. ഈ എളിവനെയും ഏഴയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പലപ്പോഴും അത് സംഭവിക്കാതെ പോകുന്നു എന്നുള്ള ഒരു കുറവ് എന്നെയും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അധികമായി ഓർപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, അധികം മുഴങ്കാലുകളിൽ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ഈ പ്രളയത്തെ ചെറുക്കണം. ഹല്ലേലൂയ. അകത്തുനിന്ന് പുറത്തു പോകാതെയും പുറത്തുനിന്ന് അകത്ത് കയറാതെയോ പ്രളയം അകത്ത് കയറാതെയോ കീല് തേച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് മുഴങ്കാലുകളിൽ ശക്തി തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള മക്കളുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മക്കൾ അതിന് കഴിയുന്നവർ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് മുഴങ്കാലി ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് കൃപ തരണേ. കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മലർത്തിപ്പിടിച്ച് ആദരങ്ങളെ ദൈവസന്ധി തുറന്ന് മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. പ്രായമുള്ളവരെല്ലാം അവിടെ തന്നെ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്തു. എന്നാൽ ആരോഗ്യമുള്ള മക്കളൊക്കെ മുഴങ്കാലി ഇരുന്നത് കൊണ്ട് ഒരു ദോഷവും വരത്തില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. മുട്ടുമടക്കുന്നവൻ്റെ മുമ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ശക്തികളും മുട്ടുമടക്കും. ഹല്ലേലൂയ. അവന് മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല പ്രിയരെ, മുട്ടുമടക്കേണ്ടി വരില്ല. പ്രളയം വരിക, അതിശക്തമായ അതിശക്തി. ലോകം ഇന്ന് വരെ കാണാത്ത വലിയ പ്രളയമാണ് വരിക. ജലപ്രളയം തന്നെയല്ല, പാപത്തിൻ്റെ പ്രളയത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ, പെട്ടകത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ, പെട്ടകം ഒലഞ്ഞു പോകാതിരിക്കാൻ അധികം പ്രാർത്ഥിക്കുക. യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ കുറച്ചുകൂടെ എല്ലാവരും ഗൗരവമായി കാണുവാൻ കഴിയട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാമെന്നവർ 1 മിനിറ്റ് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഒരാൾ പോലും വെറുതെ ഇരിക്കാതെ എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദം ഉയർത്തിക്കേ.
ശക്തമായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മലർത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, കർത്താവേ ഇന്ന പ്രയാസം എനിക്കുണ്ട്, ഇന്ന വിഷയത്തിൽ ഞാൻ ഒലയുകയാണ്, എന്നാൽ ഇന്ന് അതിന്മേലൊരു ജയത്തെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരുമോ? ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നു നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ കൃപയാൽ ശബനം ഋഗജം രഗനം ദിഗനം രഗജം ധാരം തേരം ധേരം ശകനം അർക്കധാനം ഋഗജം രഗനം ദിഗനം ധാരം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും, ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ, അധികം പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മഭാരത്തെ, അധികം പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകത്തെ യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടട്ടെ. 10 മിനിറ്റ് പ്രാർത്ഥിച്ചവർ 20 മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ. 20 മിനിറ്റ് പ്രാർത്ഥിച്ചവർ 40 മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ. 1 മണിക്കൂർ പ്രാർത്ഥിച്ചവർ 2 മണിക്കൂർ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. റിക നഗ ധന റിബ നഗ. ഓ, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നവർ ഉറക്കത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആ അന്തരീക്ഷത്തിലേക്ക്, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥന കൊണ്ട് തീരാത്ത പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭ, ദൈവ മക്കൾ കയറട്ടെ, കയറട്ടെ, കയറട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനാ അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് മുഴങ്കാല് തരണം, ഞങ്ങൾക്ക് മുകൾ തട്ട് തരണം. ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞ് മുന്നറിവ് വേണം, മുഴങ്കാല് വേണം, മുകൾ തട്ട് വേണം. മുന്നറിവ് വേണം, മുന്നറിവ് വേണം, മുകൾ തട്ട് വേണം, മുഴങ്കാല് വേണം. ഉറപ്പാ, പെട്ടകം മുങ്ങില്ല, പെട്ടകം മുങ്ങില്ല, പെട്ടകം മുങ്ങില്ല. കരമടിച്ച് സ്തുതിച്ചേ. അരാരാത്ത് പർവ്വതത്തിൽ അത് ഉറയ്ക്കും. ഒരു നിമിഷം കൂടി നമുക്ക് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ അടിപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് മടങ്ങിപ്പോം, പ്രാർത്ഥിച്ച് മടങ്ങിപ്പോം. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസനിൽ കൂടി ശക്തമായ ഒരു സന്ദേശം നമുക്ക് തന്നു.